യേശുവിൻ്റെ ദൈവത്വത്തിൽ തുടങ്ങാം. അവ തീർത്തും എളുപ്പമാകും. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് ഒരു വാക്യം പറയാം. ഒരു വാക്യം. ദൈവമാണെന്ന് എങ്ങനെ അറിയാം? ബൈബിളിലുണ്ടോ? പറഞ്ഞാട്ടെ. ഈശായിട്ട് എടുക്കല്ലേ? യോഹന്നാൻ 1:1 ഉണ്ടോ? യോഹന്നാൻ 20:28 അവിടെ എന്താ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അല്ലേ? ഇനിയും വാക്യം തരാം, റെഫറൻസ് കുറിച്ചിട്ടോണം. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞതാ. യേശുവിൻ്റെ പാദത്തിലിരുന്ന് പഠിച്ച ശിഷ്യന്മാരുടെ വാക്കാ. ഇനിയും യോഹന്നാൻ്റെ ലേഖനം 5:20-21, 1 ലേഖനം 5:20-21 ഒന്ന് വായിച്ചു. ആ ആ ആ ആ ആ മതി. ഈ വചനമൊക്കെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. ബൈബിളിലോ അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കുറിച്ചിട്ടോണം. ഹൃദയത്തിൽ കുറിച്ചിട്ടാൽ ഏറ്റവും നല്ലത്. ഇനിയും പറയാം, റോമർ 9:5. റോമർ 9:5 പെട്ടെന്ന് വായിച്ചോ. ആ ആ ആ ആ അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കൊലോസ്യ ലേഖനം മൊത്തം ഇതാണ്. 1:9 മുതൽ കൊണ്ട് പരിശോധിച്ചല്ലേ? ആ സ്തോത്രം. ഇനിയുണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് എടുത്താൽ, അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം ദൈവത്വത്തിന് ഒത്തിരി തെളിവുകളുണ്ട് അല്ലേ? എന്നല്ലൊരു പ്രശ്നം, ഈ ദൈവം കരയുമോ? ദൈവത്തിന് വിശക്കുമോ? ഇവരൊക്കെ ചോദ്യമാണ്. ദൈവം തല്ലു മേടിക്കുമോ? ദൈവം മരിക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് നിരാശയൊന്നും വേണ്ട. അതിൻ്റെ കാരണം പറയാം. യേശുവിന് മാത്രം 2 വ്യക്തിത്വമുണ്ട്. 2 വ്യക്തിത്വം. ഒന്ന് ഹ്യൂമാനിറ്റി, 2 ഡിവിനിറ്റി. യേശുവിന് മാത്രമുള്ള വ്യക്തിത്വമാണ് ഒരേ സമയം ദൈവത്വം, ഒരേ സമയം മനുഷ്യത്വം. ഓക്കെ, അത് ഞാൻ വ്യക്തമാക്കി തരാം. ഈ പിശാച് യേശുവെന്ന ദൈവത്വത്തെക്കാൾ യേശുവെന്ന മനുഷ്യനെ അധികം ഭയന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, ഞാൻ പറയാൻ കാര്യം, ഈ പിശാചുക്കൾക്കറിയാം ഏദനിൽ ആദ്യ പിതാവിനെ തോൽപ്പിച്ച ഒരു ചരിത്രം അവർക്ക് അറിയാം അല്ലേ? ഏദനിലിരുന്ന ആദമിന് വാസ്തവത്തിൽ വിശക്കുന്നില്ല, വിശപ്പില്ലാത്തവനാണ്. പക്ഷെ ഭക്ഷണം കഴിക്കാം. കാരണം എല്ലാ ഭക്ഷണവും വിശപ്പിനല്ല, സ്വാദിനും വേണ്ടിയാണ് അല്ലേ? ഭക്ഷണമെല്ലാം വിശപ്പിനാണോ? സ്വാദിന് വേണ്ടിയല്ലേ? ഉദാഹരണം, ഈ മരണം കഴിഞ്ഞ് നമ്മൾ ഓരോ ബണ്ണുമൊക്കെ കഴിക്കും. അത് സ്വാദിനാണോ? വിശപ്പിനാണ്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കല്യാണം ആണെന്ന് വിചാരിക്കരുത് പയ്യൻ്റെ. ഈ കല്യാണത്തിന് ആൺകുട്ടികളുണ്ടോ? പാസ്റ്റർക്ക് മോനുണ്ടോ? കല്യാണപ്രായമായോ? കഴിഞ്ഞു. പാസ്റ്റർക്ക് ഉണ്ടോ? കല്യാണപ്രായമായില്ലല്ലോ. ഇല്ല. അവിടെയോ? ഇല്ല. ആ ആയി ഇല്ല. ആ പോട്ടെ. ഇവിടെ ഒരു അച്ഛന് കല്യാണപ്രായം ഒരു മാനുണ്ടോയെന്ന് വിചാരിക്കുക. നമ്മളെല്ലാം കല്യാണത്തിന് വിളിച്ചു. നമ്മളെല്ലാം ചെന്നപ്പോൾ ആഹാരം റെഡി. എന്താ വിഭവം എന്ന് കേട്ടോ? നല്ല ഒന്നാം തരം കഞ്ഞി, സൂപ്പർ പയറ്, അച്ചാർ, പപ്പടം. മോശം ഭക്ഷണമാണോ? പക്ഷെ അത് കഴിക്കാൻ നമ്മളാൽ നിൽക്കുമോ? എത്ര കൃപയുണ്ടെങ്കിലും സഹിക്കാൻ പാടാ, നമ്മൾ വിട്ടുപോകും.
ശരിയല്ലേ? ഇത് കല്യാണത്തിന് തരാൻ പാടുണ്ടോ? കല്യാണത്തിന് എന്തിനാ? സ്വാദ് വേണം. മരണം കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ട് നമ്മൾ സ്വാദുണ്ടോയെന്നല്ല നോക്കുന്നത്, വിശപ്പടങ്ങി. വ്യത്യാസം പിടിയിട്ടില്ലേ? ഏതിൽ നിൽക്കുന്ന ആദമിനും ഹവ്വയ്ക്കും ഫുഡൊന്നും വേണ്ട, പക്ഷെ സ്വാദിന് കഴിക്കാം. അതിനതെല്ലാം അവിടെ വച്ചിരിക്കുന്നത്. ആ വൃക്ഷവും ഫലമെല്ലാം നമുക്ക് കഴിക്കാനുള്ള, പക്ഷേ ഇപ്പോഴല്ല. അതാ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ, ജയിക്കുന്നവന് ഞാൻ ജീവഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. കാണാൻ കൊടുക്കുകയല്ല, നമുക്കുള്ളത്. ടൈം എത്തിയില്ലായിരുന്നു. ഇങ്ങനെ എല്ലാം തികഞ്ഞ സുമുഖനായ സുന്ദരനായ ആരോഗ്യതടഗാത്രനായ ആദമിനെ ഏദനിൽ തോൽപ്പിച്ചു പിശാച്. ഒടുക്കത്തെ ആദം എന്ന നമ്മുടെ കർത്താവ് വിശക്കുന്നു, ഉപവാസം കഴിഞ്ഞിരിക്കുന്നു, മരുഭൂമിയിലാണ്, ക്ഷീണിച്ചവശനായിരിക്കുന്നു, ദാഹിക്കുന്നു. തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന് പിശാചിന് തോന്നി. കാരണം പൂർവികനെ തോൽപ്പിച്ചെങ്കിൽ ഇത് എളുപ്പമാണ്. എന്നിട്ട് വന്നൊരു ചോദ്യം, മനുഷ്യൻ നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമാകാം. അവിടെ യേശുവിൻ്റെ മറുപടി ശ്രദ്ധിക്കണം. ഞാൻ ദൈവപുത്രനാണെന്നൊന്നും അല്ല പറഞ്ഞേ, നിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലെന്നല്ല പറഞ്ഞേ. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ മറുപടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എന്താ മനസ്സിലായി? ചോദ്യം ദൈവം, ഉത്തരം മനുഷ്യനാണ്. കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ വന്നത് എന്തിനാണെന്നറിയണ്ടേ? മനുഷ്യത്വം വെളിപ്പെടുത്താൻ. ആരുടെ? ദൈവത്തിൻ്റെ മനുഷ്യത്വം. അതുകൊണ്ടാണ് യേശുവിനെ ആരെങ്കിലും നല്ലവനായ ഗുരു എന്നെ അങ്ങനെ വിളിക്കരുത്. പിശാചുക്കൾ വിളിച്ചു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. അപ്പോൾ എന്ത് പറഞ്ഞു? മിണ്ടരുത്. കേൾക്കുന്നുണ്ടല്ലോ? അപ്പോൾ ദൈവമേ, ദൈവപുത്ര, ശ്രേഷ്ഠനായ ഗുരു എന്നൊക്കെ വിളിച്ചാൽ അതങ്ങ് വെട്ടു. എന്നിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ അറിയണ്ടേ? മനുഷ്യപുത്രൻ. ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ? എപ്പോഴും പറയും മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. എന്നിരുന്നാലും ഒരുത്തൻ വിളിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. വിലക്കിയോ? വിലക്കിട്ട് പറഞ്ഞു, നീ ഇത് വിളിക്കാൻ കാരണം ഒരു വെളിപ്പാടാണ്. വെളിപ്പാടുള്ള നീ വിളിച്ചു, കുഴപ്പമില്ല. അപ്പോഴും യേശു ഇഷ്ടപ്പെട്ടത് ദൈവത്വം മാറ്റിവെച്ച് മനുഷ്യത്വം പ്രൊജക്റ്റ് ചെയ്യാനാണ്. എന്തിനാണെന്ന് മനസ്സിലായില്ല അല്ലേ? പറയാം. ഞാനൊരു ക്രിമിനലാണെന്ന് വെക്കുക. ക്രിമിനലൊന്നും അല്ല, ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. എന്നെ പിടിക്കാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വണ്ടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുക. എനിക്ക് കാര്യം പിടികിട്ടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങോട്ട് മാറിയിട്ട് MLA യോ മന്ത്രിയോ എനിക്ക് പരിചയമുള്ള ഒരാളെയോ പ്രൈവറ്റ് സെക്രട്ടറിമാരെ വിളിച്ചിട്ട് പറയും, സാറേ ഇങ്ങനെ അയാൾ കുറേ നേരമായിട്ട് ചുറ്റിപ്പാ. എന്നെ അറിയാവുന്ന അദ്ദേഹം വിളിച്ചിട്ട് പറയും, നിങ്ങളിതിനെ അവിടെ പോയി കിടക്കുന്നേ? സാറേ ഒരു കേസ്. നിങ്ങൾ പോകും. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു തന്ത്രജ്ഞനായ ക്രിമിനലിനെ വീഴ്ത്താൻ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥനേക്കാൾ നല്ലതേ മഫ്റ്റിയിൽ വരുന്നൊരു പോലീസുകാരൻ. വേഷം മാറി ഒരു പോലീസ് ഇവിടെ വന്നു, എനിക്ക് പിടി കിട്ടുന്നില്ല. ഞാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സംശയം ചോദിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെ അങ്ങോട്ട് പിടിച്ചു മാറ്റി. പിന്നെ കാണുന്നത് തിഹാർ ജയിലിലായിരിക്കും. എന്താണെന്നറിയണ്ടേ? വേഷം മാറി വന്നവൻ തല കൊണ്ടേ പോവും. അവൻ ഇവിടുന്ന് വന്നല്ല, NIA അയച്ചിരിക്കുന്ന. ഞാൻ പേടിച്ചു പോയി. പണ്ട് ഞങ്ങളുടെ TV ചർച്ചയിൽ എൻ്റെ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യൻ, ചായയൊക്കെ ഒന്നിച്ചു കുടിച്ച മനുഷ്യൻ, വാദപ്രതിവാദമൊക്കെയാ. അയാളിത് ഇപ്പോൾ തീകാർ ജയിലിൽ കിടക്കുക. അന്നേരം ഓർത്ത് ഇയാളാണോ അടുത്തിരുന്നതെന്ന് അയാളുടെ പടം കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം എന്താ? പൊക്കി, ഒറ്റ രാത്രിക്ക് പൊക്കി നേരെ അവിടെ കൊണ്ടിട്ടിരിക്കുക. അപ്പോഴേ വേഷത്തിൽ മനുഷ്യപുത്രനായി നമ്മുടെ കർത്താവ് വന്ന എന്തിനാ? സാത്താൻ്റെ തല തകർത്ത് ജയാളിയായി കാൽവരി ക്രൂശിൽ തോൽപ്പിച്ച് ജയം കൊണ്ടാടാനാ. യേശു ജഡത്തിൽ വന്ന മനസ്സിലായോ? ദൈവമായിട്ടല്ല വന്നേ, ശരീരത്തിൽ വന്ന് തോറ്റുപോയ നമ്മളെ ആ ശരീരം കൊണ്ട് വീണ്ടെടുത്ത് ജയാളിയായി നമ്മെ ആക്കാൻ. അതുകൊണ്ടാണ് ക്രൂശിൽ വേദനിച്ചത്, ക്രൂശിൽ കരഞ്ഞത്, ഗത്സമനയിൽ പ്രാർത്ഥിച്ചത്, ജഡത്തിൽ
ദൈവപുത്രൻ വെളിപ്പെട്ടു. തന്നെയല്ല, യേശുവിൻ്റെ ക്രൂശിലെ കരച്ചിൽ പോലും അന്നേരമുണ്ടായ യാദൃച്ഛിക സംഭവമല്ല. 22-ാം സങ്കീർത്തനത്തിൽ മുൻകൂട്ടി എഴുതി വെച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഇതുപോലും ഫോർ ടോൾഡാണ്, മുൻകൂട്ടി പറഞ്ഞതാണ്. പിടിയോ? ഒന്നും യാദൃച്ഛികമല്ല. അപ്പോൾ ദൈവത്തിന് കരയാനാകുമെന്ന് ചോദിച്ചാൽ, ജഡമെടുത്ത ദൈവപുത്രന് കരയാം, വേദനിക്കാം, മരിക്കാം. അവൻ ദൈവമായതുകൊണ്ട് മരണത്തെ ജയിക്കാം, ഉയർത്തെഴുന്നേൽക്കാം, രാജാതി രാജാവായി വാഴാം. അതാ ഉത്തരം. അപ്പോൾ യേശുവിൻ്റെ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ വാക്യത്തിൽ തന്നു. ഇനി ഇവർ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് വിശുദ്ധ ത്രിയേകത്വം. അതുകൂടി പറയുമ്പോഴേക്കും സമയമെത്തും, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആക്ച്വലി ഈ ത്രിയേകത്വം എന്നൊരു പദം ബൈബിളിലില്ല. പക്ഷെ ത്രിയേകത്വം ബൈബിളിലുണ്ട്. എന്താ ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ? ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. അതെവിടെ ഉള്ളത്? മത്തായി 28:19. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിന് നമ്മൾ പറയുന്ന സാങ്കേതികമായൊരു പേരാണ് ട്രിയൂണിറ്റി, അല്ലെങ്കിൽ ത്രിയേകത്വം, അല്ലെങ്കിൽ തൃത്വം. ആ പദം ബൈബിളിൽ ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട. കാരണം ബൈബിളിൽ ഇല്ലാത്തതും ക്രൈസ്തവ സഭ അനുദിനാവശ്യത്തിന് ഉപയോഗിക്കുന്നതുമായ നിരവധി പദങ്ങളുണ്ട്. ഉദാഹരണം, ദൈവം സർവവ്യാപി. സർവവ്യാപി എന്നൊരു പദം ബൈബിളിലില്ല. തിരുവത്താഴം, ആ പദം ബൈബിളിലില്ല. അപ്പം തിരുവത്താഴം എന്നില്ല, സർവവ്യാപി എന്നില്ല. ഉൾപ്രാപണം, ആ പദവും ബൈബിളിലില്ല. ഒരു പദം ബൈബിളിലുണ്ടോ എന്നുള്ളതല്ല, ആ ആശയം ബൈബിളിലുണ്ടോ. ആ ആശയം വ്യക്തമായി പറയുന്ന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ. അവിടെ കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിതാവാര്, പിതാവിൻ്റെ ദൗത്യമെന്ത്, പുത്രനാര്, പുത്രൻ്റെ ദൗത്യമെന്ത്, പരിശുദ്ധാത്മാവ് എന്തിനു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവരുടെ വീക്ഷണമനുസരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു സാരാംശത്തിൽ 3 വ്യക്തിത്വങ്ങളായി നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ അനുഗാമികളായ നമ്മൾ ഇത്തരം ആളുകൾ ചോദ്യം ചോദിച്ചു വരുമ്പോൾ, ഒന്ന്, നമ്മൾ നമ്മുടെ ഉത്തരത്തിൽ ഉറയ്ക്കണം. 2, ചോദ്യം ചോദിക്കുന്ന ആളുകളോട് ഉത്തരം പറയാനുള്ള പ്രാപ്തി ഉണ്ടാകണം. സർവോപരി സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴും ഇത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആർജവമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ പഠിക്കുകയും കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് നമ്മൾ പിരിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവധാനതയോടെ കൈകാര്യം ചെയ്യാനും അവർക്ക് പഠിച്ച വിഷയത്തിൽ നിശ്ചയദാർഢ്യം വരാനും, അല്ലെങ്കിൽ കൈവിടപ്പെട്ട് അവരുടെ ആത്മാവ് അതിന് നിത്യത നിരാകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അപകടങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയാനുമുള്ള ആ വലിയ ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. കൂടുതൽ കരുത്തരായി വീണ്ടും വചനപഠനത്തിൽ ഏകാഗ്രത മുന്നേറാൻ തമ്പുരാൻ നമുക്ക് കൃപയും പ്രാപ്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ദേവദാസൻ പറഞ്ഞ വിഷയങ്ങളോടുള്ള ബന്ധത്തിലോ മറ്റ് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാനുള്ള ഒരു സാവകാശം കൂടി ഈ സമയം ക്രമീകരിക്കുന്നു. അതിനായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വേർതിരിക്കുന്നത്. ദയവായിട്ട് ആ അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. പബ്ലിക്കായിട്ട് ചോദിക്കാൻ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി മറ്റൊരാളുടെ കൈവശം നിങ്ങൾ കൊടുത്തു വിട്ടാൽ നിങ്ങൾക്ക് ദൈവവചനം സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ടും ഈ സമയം പ്രയോജനകരമാക്കി തീർക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റീഫ്രഷ്മെൻറ്റിനുള്ള ക്രമീകരണങ്ങൾ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് പോകേണ്ട, അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവദാസന്മാർ ചെയ്യുന്നുണ്ട്. നമ്മളാദ്യം ഈ ഉൽപ്പത്തിയിലെ സൃഷ്ടി വളരെ ഗഹനമായി പഠിക്കേണ്ട ഒന്നാണ്. നിങ്ങളാദ്യം മനസ്സിൽ ഒരു ഗ്ലോബ് സങ്കല്പിക്കുക. അത് നമ്മുടെ ഭൂമിയാണ്. അപ്പോൾ ഒരു ഗ്ലോബ് സങ്കല്പിക്കുക. അപ്പോൾ ഈ സൃഷ്ടി വരുന്നത്, അതേക്കുറിച്ച് വിശദം പറയുമ്പോൾ സന്ധ്യായുഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യായുഷസ്സുമായി 2-ാം ദിവസം, സന്ധ്യായുഷസ്സുമായി അതിനകത്തെ ഒരു സൃഷ്ടിയാണ് ഈ ഭൂമി എന്ന ഗ്ലോബ്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു കറക്കമല്ലേ. അപ്പോൾ അത് ഭൂമിയെ കേന്ദ്രീകരിച്ച് മാത്രമേ ഈ ദിവസം എന്നതിന് അർത്ഥമുള്ളൂ. കാരണം ഈ ദിവസങ്ങൾക്കകത്താണ് ഭൂമി. ഈ സൃഷ്ടി സംവിധാനത്തിനകത്താണ് ഭൂമി പെട്ടുകിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തിയിലെ സൃഷ്ടി ദിവസം 24 hours ഉള്ള നമ്മുടെ ഒരു ദിവസമല്ല. കാരണം ഭൂമി അതിനകത്തെ ഒരു കണ്ണി മാത്രമാണ്, വിശാല പ്രപഞ്ചത്തിലെ ഒരു കണ്ണി. ഈ ദിവസക്രമം എന്താണ്? കാരണം നമുക്കറിയാം, നിത്യതയിൽ ചെല്ലുമ്പോൾ സൂര്യനെ കാണുന്നില്ല. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ഈ ദിവസം എന്ന പദത്തിന് അർത്ഥവുമില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. രാത്രി ഇല്ലെങ്കിൽ ഈ ദിവസം എന്ന ക്രമത്തിന് അർത്ഥമില്ല. എന്നിട്ടും പറയാണ്, മാസത്തിൽ അതത് തരം ഫലം കായ്ക്കുന്ന 12 തരം ഫലങ്ങളോട് കൂടിയ വൃക്ഷം. പിന്നെ അർത്ഥം എന്താ? നിത്യതയിൽ സമയക്രമം നമ്മുടെ 12 മണിക്കൂർ വീതമല്ല. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം നമ്മൾ മധ്യാകാശത്തിലല്ലേ. പക്ഷേ കലണ്ടർ ഏതാ ഇപ്പോൾ നമ്മുടെ? കാരണം ഭൂമി അതിൻ്റെ താഴെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കപ്പെട്ട് കഴിയുമ്പോഴേ ഇതൊരു ചെറിയ സംഭവമാണ്, തീർന്നു. നമ്മൾ വേറെ ലോകത്താണ്. ആ ലോകത്തിൻ്റെ സമയക്രമം എന്താണ്? ആ സമയക്രമത്തെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമെന്ന സമയക്രമം കൊണ്ട് കണക്ക് കൂട്ടാൻ പാടില്ല. അപ്പോൾ പിന്നെ പാസ് ചോദിച്ചത്, ഈ വെളിച്ചം എങ്ങനെ ഉണ്ടാവും? സൂര്യൻ വെളിച്ചത്തിൻ്റെ അൾട്ടിമേറ്റ് സ്രോതസ്സല്ല. വെളിച്ചത്തിന് സൂര്യൻ ഇതര സ്രോതസ്സുണ്ട്. അതതരം ഗോളങ്ങൾ കൂടാതെയുള്ള സ്രോതസ്സുണ്ട്. അതിൻ്റെ കാരണം എന്താ? വെളിപ്പാടുസിൽ കിടക്കുന്ന കുഞ്ഞാടതിൻ്റെ വെളിച്ചമാണ്. കുഞ്ഞാട് വെളിച്ചമായിരിക്കുന്ന നിത്യതയിൻ ക്രമത്തിൽ പകൽ രാത്രി എന്ന സംവിധാനങ്ങൾക്ക് ഒരു കോസ്മിക് ഉലകം മുഴുവനുള്ള ഒരു ദിവസക്രമം ഉണ്ടെങ്കിൽ ആ ദിവസക്രമത്തിലെ ഒരു കാര്യം മാത്രമാണ് ഭൂമിയുടെ സൃഷ്ടി. ആ ഭൂമിക്ക് വേണ്ടി സൂര്യനെ സൃഷ്ടിച്ചു, ആ ഭൂമിക്ക് വേണ്ടി ചന്ദ്രനെ സൃഷ്ടിച്ചു, ആ ഭൂമിക്ക് വേണ്ടി ചരാചരങ്ങളെ സൃഷ്ടിച്ചു. വിസ്തൃതമായ ആ പ്രപഞ്ചത്തിൻ്റെ ഒരെൻഡ് മാത്രമാണിത്. പ്രപഞ്ചം വീണ്ടും അതിൻ്റെ വിസ്തൃതമായ
ആ പരപ്പേറിയ അനുഭവത്തിൽ അങ്ങനെ നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാഴ്ച കൂടി കാണാം ഇതിൽ. 7-ാം ദിവസം എത്തുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പദങ്ങൾ കാണുന്നില്ല. സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം ഒന്നും കാണുന്നില്ല. സമയക്രമം പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവജനത്തിന് അവനൊരു ശാബത്ത് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അളവിലെ 7 ദിവസം വന്നതും ഈ ക്രമീകരണങ്ങൾ വന്നതെല്ലാം പാപത്തിൽ അധപ്പതിക്കപ്പെട്ടു പോയ മനുഷ്യരാശിയുടെ ചരിത്രത്തിന് ശേഷമാണ്. അതിനു മുമ്പുള്ള സമയക്രമത്തെ ഇന്നത്തെ സമയക്രമമായി തുലനം ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള വെളിച്ചം ദൈവ സാന്നിധ്യമാണ്. കാരണം തെളിവ് നമ്മുടെ വെളിപ്പാട് ദിവസം പറയുന്നു, സൂര്യന് നഗരത്തിൽ പ്രകാശിക്കാൻ സൂര്യൻ ആവശ്യമില്ല, ചന്ദ്രൻ ആവശ്യമില്ല, കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക്. പാപരഹിതമായ ആ ലോകത്തിൽ ദൈവ സാന്നിധ്യം അവർക്ക് ഇന്ന് കാണുന്നതിൽ വിഭിന്നമായി ഒരു ഡേയും നൈറ്റും നൽകി. പക്ഷേ ആ ഡേയും നൈറ്റും 12 മണിക്കൂറിൻ്റേതല്ല. ഇനി അതിനൊരു തെളിവൂടെ പറഞ്ഞ് ഉപസംഹരിക്കാം. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ ഒരു ദിവസം നമ്മൾ എവിടുന്നാണ് കണക്ക് കൂട്ടുന്നത്? വയസ്സ് 1 എവിടുന്ന് കൂട്ടും? 2 എവിടുന്ന് കൂട്ടും? നമ്മൾ പരിചയപ്പെടുന്ന ആദമിന് കുറഞ്ഞ വർഷം ഒരു 26, 27, 28 വയസ്സ് പ്രായമുണ്ട്, വിവാഹ പ്രായമുണ്ട്. ഹൗവയും യൗവനക്കാരിയ, 1 വയസ്സ് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയണ്ടേ? പ്രായം എന്തെന്ന് ചോദിച്ചാൽ കാലം നമ്മളെ മീതെ വരുത്തുന്ന സ്വാധീനമാണ് പ്രായം. കാലം സ്വാധീനം വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് പ്രായമില്ല, പ്രായമുണ്ടാകുന്നില്ല, പ്രായത്തിൻ്റെ ക്ഷീണമില്ല, ഭാരമില്ല, പ്രയാസമില്ല. എന്നു മനുഷ്യൻ പാപം ചെയ്തോ അന്ന് അവനെ കാലം ആക്രമിച്ചു. അന്ന് മുതൽ 1, 2, 3 അന്ന് വയസ്സ് കണക്ക് കൂട്ടേണ്ടതെങ്കിൽ പാപരഹിത ലോകത്ത് കാലമില്ല, അല്ലെങ്കിൽ കാലത്തിൻ്റെ മെഷർമെൻറ്റ് ഇന്ന് കാണുന്ന പോലെ അല്ല. അത് നമുക്ക് ചിന്തിക്കാനാവാത്തൊരു ലോകമാണ്. ആ ലോകത്ത് 12 hours എന്ന സമയക്രമം വെച്ച് വിശദീകരിക്കാൻ പാടില്ല. അവിടുത്തെ വെളിച്ചം ദൈവ സാന്നിധ്യമാണ്. തെളിവാണ് വെളിപ്പാട് പുസ്തകം. മനസ്സിലായോ? പിടിയോ? ഇല്ലേ? വീണ്ടും ചോദിക്കാം. രണ്ടാമത് വന്നത് മുമ്പ് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷനെ സംബന്ധിച്ച ചോദ്യമാണ്. ഞാൻ തൃത്വം വിശദീകരിച്ചില്ല, നിങ്ങളുടെ ചോദ്യം വരട്ടെ എന്നോർത്താണ് ചോദ്യത്തിന് അവസരം തന്നുകൊണ്ട് അത് വിശദീകരിക്കാതെ വിട്ടത്. തൃത്വം ഒന്ന് വിശദീകരിക്കാമോ? ഒരു ദൈവം 3 വ്യക്തിത്വം സ്ഥിരീകരിച്ചതാണോ? 3 ദൈവങ്ങൾ ചേർന്ന് ഒരു ദൈവമാകുന്നതാണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം കേട്ടാൽ അത് ബാലിശമായിട്ടൊന്നും കാണണ്ട. കാരണം ഏതൊരാളുടെ ഉള്ളിലെ ചോദ്യമാണ്, ഏതൊരാളുടെയും ചോദ്യമാണ്. അപ്പം ഞാനതൊന്ന് വിശദീകരിക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വവിശ്വാസിയുടെ വീക്ഷണം അനുസരിച്ച് പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവുമല്ല. ക്രൂശിൽ മരിച്ചത് പിതാവല്ല, പുത്രനാണ്. പുത്രൻ്റെ അഭാവത്തിൽ നമുക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പുത്രനല്ല. അപ്പോൾ 3 ആളുകൾ ഒരു വ്യക്തിത്വമായി നിലകൊള്ളുന്നു. അതാ തൃത്വത്തിൻ്റെ കറക്റ്റ് ഡോക്ടറിൻ. പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. 2 പ്രശ്നങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ക്ഷണത്തിൽ രൂപപ്പെടുക പതിവാണ്. 2 പ്രശ്നങ്ങൾ, 2 issues റിലേറ്റഡ് ടു ട്രിനിറ്റി. ഒന്ന്, എ പ്രോബ്ലം ഓഫ് ഇൻ്റർ റിലേഷൻസ്. പ്രോബ്ലം ഓഫ് ഇൻ്റർ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ ആരാണ്, പുത്രനും പിതാവും പരസ്പരം ആരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം ആരാണ്? അവർ ഒന്നാണോ, ഒരാളാണോ? ഈ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എ പ്രോബ്ലം ഓഫ് നമ്പേഴ്സ്. പിതാവെന്നൊരാൾ, പുത്രനെന്നും മറ്റൊരാൾ, പരിശുദ്ധാത്മാവെന്നും മൂന്നാമതൊരാൾ. 3 persons. അതെങ്ങനെ 1 ആവും? ഈ 2 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നമ്മോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പിതാവ് ദൈവമാണോ? അതെ.
പുത്രൻ ദൈവമാണോ? അതെ. പരിശുദ്ധാത്മാവ് ദൈവമാണോ? അതെ. ഈ മൂന്നൊരു ഒന്നാണോ? പിതാവ് തന്നെയാണോ പുത്രൻ? അല്ല. പുത്രൻ തന്നെയാണോ പരിശുദ്ധാത്മാവ്? അല്ല. അപ്പം 3 ദൈവങ്ങളുണ്ടോ? നമ്മൾ ഉത്തരം മുട്ടി സ്തംഭിച്ച് തിരിച്ചു പോരുന്ന ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെടും. നമുക്ക് ബൈബിളിൽ തന്നെ ഒരു ഉത്തരം ഇതിനെ കണ്ടുപിടിക്കണം. വായിക്കണം. ആവർത്തനം 6:4 ഒന്ന് വായിച്ചു. ആവർത്തനം 6:4 പെട്ടെന്ന് വായിക്കാം. ആ ആ മതി. ഇസ്രായേലേ കേൾക്കാം, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. നിങ്ങൾ നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഒന്ന് എഴുതുക. 3 ലൈനിൽ ഇനി പറയുന്ന എഴുതണം. ഈ വാക്യം തന്നെ കേട്ടോ. ഈ വാക്യം നമ്മൾ ഇത് എഴുതിയ അതിൻ്റെ മൂലഭാഷയിൽ ഒന്ന് പഠിക്കാൻ പോവാം. സന്തോഷമാണോ? ഒന്ന് ആലോചിച്ച്, എബ്രായ ഭാഷയിൽ നമ്മളൊരു വാക്യം പഠിക്കാൻ പോവാം, മനപ്പാടം. സന്തോഷമാണോ? എഴുതിയാട്ടെ. 1ാമത്തെ ലൈനിൽ എഴുതണം, ക്ഷേമ ഇസ്രയേൽ. ഇംഗ്ലീഷ് എഴുതൊരു SHEMA സ്പേസ് ഇട്ടിട്ട് ക്ഷേമ ഇസ്രയേൽ. മലയാളത്തിൽ എഴുതാം. ലൈൻ 1, ക്ഷേമ ഇസ്രയേൽ. എഴുതിയോ? എഴുതി. 2ാമത്തെ ലൈനിൽ എഴുതണം. അടുത്ത സൂക്ഷിച്ചെഴുതണം. ക്യാപിറ്റൽ ലെറ്റർ ഇനി എഴുതാവൂ, ഇംഗ്ലീഷ് എഴുതുന്നവർ. YHWH എഴുതിക്കേ, ക്യാപിറ്റൽ. എഴുതിയോ? സ്പേസ് ഇട്ടിട്ട് ഇനി സ്മോൾ ലെറ്ററും എഴുതാം. YHWH എന്നുള്ളത് വായിക്കേണ്ടത് യാഹ്വേ എന്ന് വേണം. യഹ്വഹ്, യാഹ്വേ. യാഹ്വേ എന്ന് കഴിഞ്ഞിട്ട് എലോഹിനു, ELOHINU. എഴുതിയോ? 3ാമത്തെ ലൈനിൽ എഴുതുക. വീണ്ടും YHWH ക്യാപിറ്റൽ. എഴുതിയോ? അവസാനം അതിനോട് ചേർത്ത് ഈ അടുത്തത് സ്മോൾ ലെറ്ററാണ്, ECHAD. ഇത് വായിക്കേണ്ടത് എഖ്ഹാദ്. 3 ഒന്ന് വായിച്ചാട്ടെ. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഖ്ഹാ. ഈ 3 ഒന്ന് മനപ്പാടം പഠിക്കാമെന്ന് നോക്കി. ഈസിയാണ്. ക്ഷേമ ഇസ്രയേൽ, അത് പുതുതായിട്ട് വരുന്നൊരു പദം ക്ഷേമ എന്ന് മാത്രമേ ഉള്ളൂ. യാഹ്വേ എന്ന് വെച്ചാൽ യഹോവ. യാഹ്വേ എലോഹിനു, എലോഹി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ദൈവം. യാഹ്വേ എഹാ. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാ. നോക്കി പഠിച്ചോ? ഒന്നുകൂടെ പറയാം. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാ. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാ. ഞാൻ 3ആയിട്ട് എഴുതിയത് പഠിക്കാനുള്ള എളുപ്പത്തിനാണ്. അങ്ങനെ 3ആയി തിരിക്കണ്ട, ഒറ്റയടിക്ക് പറഞ്ഞു പോകണം. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാ. ഇത്രേ ഉള്ളൂ. ഇസ്രയേലെ കേൾക്കാന്നാണ് ആദ്യത്തെ ലൈൻ്റെ അർത്ഥം. യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്നാണ് 2ാമത്തെ ലൈൻ്റെ അർത്ഥം. 3ാമത്തെ ലൈൻ്റെ അർത്ഥം യഹോവ ഏകൻ തന്നെ. ഇവിടെ ഏകൻ എന്നതിന് ഒരു പദം ഉപയോഗിച്ചത് കണ്ടു. എന്താ പദം? എനിക്ക് വേണ്ട. ഒരു പദം നമ്മൾ കണ്ടു. ആ പദം എഖ്ഹാദ് എന്നാണ്. യഹ്ഹാ ആണോ നോക്കി എഴുതിയില്ലേ? യഹ്ഹാ. എന്താണ് ഈ യഹ്ഹാദ് എന്ന് പറഞ്ഞാൽ എന്ന് കേൾക്കുക. യഹ്ഹാദ് എന്ന് പറഞ്ഞാൽ ഏകൻ. ഇതിലാർക്ക് സംശയമില്ല. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാ.
അത് പെട്ടെന്ന് നിർത്തിയിട്ട് സംസാരിക്കല്ലേ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഏകനെന്ന് ഇവിടെ ഉദ്ദേശിച്ചത് അബ്സല്യൂട്ട് വൺ എന്നല്ല, തികച്ചും ഒന്ന് എന്നല്ല. തികച്ചു ഒന്ന് എന്ന് പറയുന്നതിൽ വിഭിന്നമായി ഈ പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം വളരെ വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. അതെന്തെന്ന് പറയാം. തികച്ചു ഒന്ന് എന്നതിൽ വിഭിന്നമായി ഒന്നിലധികം ചേർന്നുള്ള ഒന്ന് എന്ന അർത്ഥത്തിലാണ്. കളക്റ്റീവ് വൺ, നോട്ട് അബ്സല്യൂട്ട് വൺ, ബട്ട് കളക്റ്റീവ് വൺ. എന്താ കളക്റ്റീവ് വൺ എന്ന് പറഞ്ഞാൽ? ബഹുമാനപ്പെട്ട ദിവാസൻ ചോദിക്കുകയാണ്, ക്യാമ്പാണ്, ഒരു സഭയിൽ നിന്ന് ഒരാളെയും കാണുന്നില്ല. അപ്പോൾ ഒന്നൊന്ന് രണ്ടർത്ഥത്തിൽ പറഞ്ഞു. ഒരു സഭ ഒരാൾ. ഒരു സഭ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒന്നിലധികം പേർ ചേർന്നുള്ള ഒരു സഭയിൽ നിന്ന് ഒരാളെയും കണ്ടില്ല. അപ്പോൾ ഒന്നൊന്ന് രണ്ടർത്ഥത്തിലെടുത്തു, അബ്സല്യൂട്ട് വണ്ണും കളക്റ്റീവ് വണ്ണും. ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം മനുഷ്യർ, ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഒന്നിലധികം ചേർന്ന് ഒന്ന്. ഇത് ബൈബിളിൽ സ്പഷ്ടമായി കാണുന്നൊരു ഭാഗമാണ്. ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. രണ്ട് ചേർന്ന് ഒന്ന്, ഒന്നിലധികം ചേർന്ന് ഒന്ന്. ഇതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദവാ എഖാ. ഇത് മനസ്സിലായോ? അത് കൂടുതൽ മനസ്സിലാക്കാൻ മറ്റൊരു വിഷയം കൂടെ പറയാം. നമ്മൾ ഇത്താഹിനെ എതിരേറ്റ് വന്ന ആ പെൺകുട്ടിയുടെ കാര്യം പഠിക്കല്ല. അവന് ഏകപുത്രിയായി. ഏകപുത്രി. ആ ഏകപുത്രി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ചേർന്ന ഒരാളല്ലല്ലോ, ഒരാളല്ലേ, വെറും ഒരാൾ, തികച്ചു ഒരാൾ. ഒരു ക്ലാസ് എന്ന് പറഞ്ഞ പോലല്ല, ഒരു സഭയെന്ന് പറഞ്ഞ പോലല്ല, തികച്ചു ഒരാൾ. തികച്ചു ഒന്ന്, അബ്സല്യൂട്ട് ഒന്നെന്ന് പറയാൻ എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം യാഹീദ് എന്നാണ്. YAHHED, യാഹീദ്. അപ്പോൾ യഹാദ് കളക്റ്റീവ് ഒന്നാണ്, യാഹീദ് അബ്സല്യൂട്ട് ഒന്നാണ്. പുറപ്പാട് ദിവസം പറയുക, സമാഗമന കൂടാരത്തിലെ 50 കൊളുത്തുകൾ ഒന്നായി ചേർന്നിട്ട് 50 എണ്ണം ചേർന്ന് ഒന്നായി. അത് യഹാദാണ്. വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പറയുകയാണ്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അന്നാളിൽ വിലപിക്കും. ഏകജാതൻ തികച്ചു ഒന്നാണ്, അതിന് യാഹീദ് എന്നുമാണ് പറയുന്നത്. ഇവിടെ ഇസ്രായേലേ കേൾക്ക, യാഹ്വേ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വണ്ണാണെന്നല്ല, കളക്റ്റീവ് വൺ. ഇത് തെളിവുകൾ തേടി നമ്മളിനി ഒന്ന് പോവാണ്, സഹായക വാക്യങ്ങൾ തേടി പോവാണ്. ചോദ്യം ചോദിച്ചവർ ശ്രദ്ധിക്കണം. ഒരു വാക്യം വായിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:16 ഒരാൾ വായിക്കണം. വേറൊരാൾ 16:28 വായിക്കണം. മതി. യേശു കർത്താവ് പറയാണ്, ഞാൻ ഏകനല്ല. ഇനി 16:32 വായിച്ച്. 16:32. ആ ആ ആ ആ ഞാൻ ഏകനല്ല. യേശു കർത്താവ് പറയാ, ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോടുകൂടെ ഇരിക്കുന്നു. പിതാവ് എന്നെ അയച്ചിരിക്ക കൊണ്ട് ഞാൻ ഏകനല്ല. അപ്പോൾ ഏകനാണ് എന്ന് ആവർത്തനമാറിൻ്റെ 4 ഏകനല്ല എന്ന് യോഹന്നാൻ 8:16 പറഞ്ഞാൽ കോൺട്രവേഴ്സി അല്ല, അത് വൈരുദ്ധ്യം അല്ല. പകരം എന്താണ്? ഒന്നിനെ സാധൂകരിക്കലാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ഒന്നാകുമെങ്കിലേ ആ ഒന്നിലാണ് താൻ ഒന്നായിരിക്കുന്നത്. അബ്സല്യൂട്ട് വണ്ണല്ല.
ഇതിനാണ് 16:32 8:16 പറയുന്നത്. ഇനി നമുക്ക് ഈ ഗണിത പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. നമുക്കിതെല്ലാം മനസ്സിലായി. എന്നാൽ ഈ ഗണിത പ്രശ്നം ഉണ്ടല്ലോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരാണെങ്കിൽ അവരെങ്ങനെ ഒരാളാകും? പറയാം. ദൈവത്തെക്കുറിച്ച് നമുക്ക് സാധാരണഗതിയിൽ പറയാവുന്നൊരു കാര്യമാണ്, ദൈവം ഇൻഫിനിറ്റാണ്. എന്താ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ? സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, ഇത് കണക്ക് കൂട്ടാൻ പറ്റാത്ത വിധത്തിൽ അബ്സല്യൂട്ടാണ്. എന്താ സർവശക്തി? ആ ശക്തി പോലെ മറ്റൊന്നുമില്ല. ആ സർവജ്ഞാനം എന്താ? ആ ജ്ഞാനം പോലെ മറ്റൊന്നുമില്ല. സർവവ്യാപിത്വം എന്താ? പ്രപഞ്ചം മുഴുവൻ അതിനുമപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ മുഴുപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പിതാവ്, സർവജ്ഞാനിയായി, സർവവ്യാപിയായി, സർവശക്തനായി, മുഴുപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പുത്രൻ, മുഴുപ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ഇതിന് പറയുന്ന പേരാ ഇൻഫിനിറ്റ്. 3 ഇൻഫിനിറ്റുകൾ ചേർന്നാൽ 3 ആവുകയില്ല, 1 ആകാനേ പറ്റൂ. അതിനുള്ള സ്പേസേ ഉള്ളൂ. മുഴുപ്രപഞ്ചത്തിലും പിതാവിരുന്നാൽ അതേ സ്പേസിൽ പുത്രനിരുന്നാൽ അതേ സ്പേസിൽ പരിശുദ്ധാത്മാവിരുന്നാൽ 3 ആവില്ല, 1 ആകാനേ പറ്റൂ. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. പൂർണ്ണൻ, നമ്മുടെ ദൈവം പൂർണ്ണനാണ്. എന്താണ് ഈ പൂർണ്ണത? നിങ്ങളുടെ എല്ലാം പക്കൽ ഓരോ ഗ്ലാസ് തന്നിട്ടുണ്ട്. ആ ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചു, അപ്പോൾ പൂർണ്ണമായി. ആ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങൾ പാതി എടുത്തു മാറ്റി, കുറേ എടുത്തു മാറ്റിയാൽ രണ്ടും അപൂർണമായി. ശരിയല്ലേ? അതും പാതിയായി, ഇതും പാതിയായി. എന്നാൽ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണ്ടേ? നിങ്ങളൊരു പാത്രത്തിൽ വെള്ളമെടുക്കുന്നു, ആ വെള്ളം പൂർണ്ണമാണ്. അതിൽ നിന്ന് നിങ്ങൾ കുറേ എടുത്താൽ എടുത്തതും പൂർണ്ണമാകണം, അതിലിരിക്കുന്നതും പൂർണ്ണമാകണം. അതിൽ നിന്ന് വീണ്ടും എടുത്താലും അതും പൂർണ്ണമാകണം, എടുക്കുന്നതും പൂർണ്ണമാകണം. ഈ അളവാണ് ദൈവത്തിൻ്റെ. തൃത്വത്തിൽ നിന്ന് പുത്രനെ വേർതിരിച്ചാൽ പുത്രൻ പൂർണ്ണനാണ്. പരിശുദ്ധാത്മാവിനെ വേർതിരിച്ചാൽ പരിശുദ്ധാത്മാവ് പൂർണ്ണനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എക്കാലഘട്ടത്തിലും പൂർണ്ണരാണ്. അതുകൊണ്ട് ചിന്തയിൽ, പ്രവൃത്തിയിൽ, അസ്തിത്വത്തിൽ 3 ഇൻഫിനിറ്റുകൾക്ക്, അപരിമേയർക്ക്, സർവശക്തർക്ക് ഒന്നാകാനേ കഴിയൂ. ഇതൊരു മർമ്മമാണ്. ഇനി ഇതെന്തിനാണ് ഈ തൃത്വം? ഇത്രയും സങ്കീർണമായ ഒരു സബ്ജക്റ്റ് എന്തിനാണ്? വലിയ ചിന്താഭാരം ഉൾക്കൊള്ളുന്ന സങ്കീർണത ഇതിനെന്തിനാണ്? ഏതൊരാൾക്കും ചോദിക്കുക. ആ സങ്കീർണത തൃത്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വർഗം നമ്മുടെ ചിന്തയ്ക്ക് അതീത, നരകം നമ്മുടെ ചിന്തയ്ക്ക് അതീതമാ, മരണാനന്തര ജീവിതം നമ്മുടെ ചിന്തയ്ക്ക് അതീതമാ. പക്ഷെ ഭക്തൻ ഇതെല്ലാം അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ദ റെവലേഷൻ, വെളിപ്പാടാണ്. സർവോപരി ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പറ്റി നമുക്കിങ്ങനെ തത്വങ്ങൾ പഠിച്ചു പോയാൽ അതിന് പരിമിതിയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഞാൻ തരാം, പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ പറ്റി പഠിക്കാൻ കഴിയാത്ത ഒരാൾക്കും അനുഭവിക്കാൻ പറ്റും. അനുഭവിക്കാൻ. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലാക്കാം. മോൻ്റെ കല്യാണം കഴിഞ്ഞെന്നാണോ പറഞ്ഞത്? കുട്ടികളുണ്ടോ? അവർക്ക് നല്ലൊരു ഉദാഹരണം എടുത്ത് നമുക്ക് തുടങ്ങാം. ഈ പാസ്റ്റർമാർ പൊതുവെ അവരുടെ മക്കളായ ആൺകുട്ടികളോട് ഭയങ്കര സ്ട്രിക്റ്റാണ്. എനിക്കൊരു മോനുണ്ട്, അറിയാതെ അങ്ങ് സ്ട്രിക്റ്റായി പോകും അല്ലേ? സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രായമുള്ള അപ്പച്ചന്മാരിപ്പുണ്ട്, മക്കളോടെല്ലാം ഭയങ്കര കർശനം. സൺഡേ സ്കൂളിൽ വരുന്നത്, പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, മുടി വെട്ടുന്നത്, ഏറ്റവും ഇസഡ് അപ്പൻ്റെ ഏർപ്പാട് സത്യത്തിൽ ഒരു ശല്യം പോലെ.
ശരിയല്ലേ? ഇതിന് അവരെ പറഞ്ഞ നമ്മുടെ പപ്പ നമ്മളോട് ഇടപെട്ട രീതി ഒരു ശല്യം പോലല്ലേ? തോന്നത്തില്ലേ? നിങ്ങൾക്ക് തോന്നത്തില്ല? പെൺപിള്ളേർക്ക് അങ്ങനെ തോന്നത്തില്ല, ആൺപിള്ളേർക്ക് മനസ്സിലാവും. സ്ട്രിക്റ്റാണ്. പഴയ അപ്പന്മാരൊക്കെ ആണെങ്കിൽ പൊതുസമക്ഷം വെച്ച് നേരെ അടിച്ചു കളയും ചെവിക്കുറ്റിക്ക്. നമ്മളെയൊക്കെ ഇങ്ങനെ വളർത്തിയ അല്ലേ? തെറ്റിപ്പോകുന്നു കാണുമ്പോൾ അടിക്കുന്നു, വഴക്ക് പറയുന്നു, ശിക്ഷിക്കുന്നു. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൻ്റെ രീതി. പക്ഷേ അല്ലേ, ഈ കാലമേറെ കഴിഞ്ഞ അപ്പനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ ആ തല്ലിയ അപ്പനോട് ഇന്ന് വിരോധം വല്ലതും ഉണ്ടോ? സ്കൂളിൽ വന്ന ആ വിഷയമെല്ലാം ഉണ്ടാക്കിയ അപ്പൻ്റെ രീതി ഇപ്പോൾ വല്ല വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. കാരണം അപ്പനങ്ങനെ തല്ലിയില്ലെങ്കിൽ നമുക്ക് ഈ ഇരിപ്പ് ഇരിക്കാൻ പറ്റില്ല. സ്ട്രിക്റ്റാണ് അപ്പൻ. അത് പ്രകൃതി കൊടുത്തൊരു നേച്ചറാണ് അപ്പൻ്റെ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്, പക്ഷേ ലിമിറ്റ്. പക്ഷെ ഒരു കാര്യം, ഇത്ര ഈ സ്ട്രിക്റ്റായിട്ട് ഇടപെടുന്ന അപ്പനെ തോൽപ്പിച്ച് കളഞ്ഞ ഒരാൾ ആ വീട്ടിലുണ്ട്. ആരാന്നറിയണ്ടേ? നമ്മുടെ മോനൊരു കുഞ്ഞുണ്ടായാൽ അവൻ നമ്മളെ വരച്ച വരെ നിർത്തും. മനസ്സിലായോ? പിടി കിട്ടിയോ? അല്ലെ മനസ്സിലാക്കിക്കൂ. ഇതേ ഇരുന്ന് അനുഭവിക്കുന്നുണ്ടോ? പറയാൻ വിഷമാണെങ്കിൽ അനുഭവിക്കായിരുന്നു. എന്താ കാര്യം? ചെറുക്കനെ ഇങ്ങനെ വരച്ച വരെ സ്ട്രിക്റ്റായി വളർത്തിയ മനുഷ്യൻ്റെ ദേഹത്ത് കുതിര കയറി കൊച്ചു കുഞ്ഞിങ്ങനെ പായുമ്പം എല്ലാം സഹിച്ചിരിക്കുക. എന്താ കാര്യം എന്നറിയണ്ടേ? മകനെ തല്ലിയത് വഴക്ക് പറഞ്ഞല്ല അപ്പന് സങ്കടമാണ്. ആ വിഷമല്ല അപ്പൻ തീർക്കുന്നത്. മകനൊരു കുഞ്ഞുണ്ടായപ്പോൾ അവളെ എടുത്തിട്ടാണ്. സ്വർഗസ്ഥ പിതാവും മനുഷ്യരാശിയോട് അകന്ന് കഴിഞ്ഞു. നമ്മുടെ കയ്യിലിരിപ്പ് അതായിരുന്നു. യേശുക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ഈ പിതാവ് എങ്ങനെ കൊച്ചു കുഞ്ഞിനെ കണ്ടോ, ഇതുപോലെ ഇപ്പം ദൈവം നമ്മളെ കാണുന്നു. അതിന് അപ്പോസ്തലൻ പറഞ്ഞ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹം. വ്യക്തത തന്നോ? മനസ്സിലായോ? തീർന്നില്ല. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. എന്തെന്നാൽ ഈ പാസയുടെ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് മകൻ വിദേശത്ത് പോയി. ഉള്ള വിചാരം പപ്പ നോക്കിക്കോളും, മമ്മി നോക്കിക്കോളും, ഈ പ്രതീക്ഷയെ പോയതാ. പക്ഷെ കുഴപ്പം എന്താണെന്നറിയണ്ടേ? ഇവിടുത്തെ പപ്പായും മമ്മിയും ഇവനെ തല്ലത്തില്ല, അവളെ വഴക്ക് പറയത്തില്ല. അങ്ങനെ പോയി ഈ കുഞ്ഞെ പറഞ്ഞാൽ കേൾക്കാതാവും. അത് വലിയ മുകിലാവും. എത്ര ശ്രമിച്ചാലും ഒരു പരിധി വിട്ട് തല്ലാൻ ഒക്കത്തില്ല. അതാ ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെയൊക്കെ കയ്യിൽ വെച്ച് നോക്കിയാൽ തീർകനം തല്ല് കിട്ടേണ്ടതല്ലേ? അടിക്കാൻ തോന്നില്ല. എന്നാൽ ഒരു വിഷയം അങ്ങനെ കൈ അയച്ച് വിട്ടാലോ ചെറുക്കൻ കുഴപ്പക്കാരനാവും. അതിനൊരു പരിപാടിയുണ്ട്. മിക്ക വീട്ടിലും ഈ അപ്പൻ്റെ അനിയൻ ഒരു പാർട്ടി കാണും, അല്ലെ ഒരു അങ്കിള് വീട്ടിൽ കാണും. ഈ അങ്കിളും കൊച്ചു കുഞ്ഞും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഈ കൊച്ചപ്പനും അങ്കിളും ഈ കുഞ്ഞും തമ്മിലും ഭയങ്കര കൂട്ടാണ്. പക്ഷെ നോക്കി നിൽക്കെ ഇവരങ്ങ് തെറ്റും, നല്ല ഒന്നാം തരം അടി. അവന് ഭയങ്കര പേടിയാണ്. അതുപോലെ സ്നേഹമാണ്. കണ്ടിട്ടുണ്ടോ? ദൈവ കുടുംബത്തിൽ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മളെ തല്ലുന്ന ഒരു കാര്യസ്ഥനാക്കിയിട്ടാണ് പുത്രൻ പോയിരിക്കുന്നത്. അതാ പരിശുദ്ധാത്മാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമുള്ള സ്വഭാവമൊന്ന്, സമീപനം മൂന്ന്. പിടിയോ? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയാൻ തൃത്വം എഴുതി പഠിക്കണ്ട. പിതാവിനെ ആസ്വദിക്കണം, പുത്രനെ ആസ്വദിക്കണം, പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കണം. വ്യക്തതന്നോ? ഞാൻ ട്രിനിറ്റിയെക്കുറിച്ചൊരു 3 വോളിയം വീഡിയോ ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കെല്ലാം അതിൽ ഡീറ്റെയിലായി മറുപടി പറയുന്നു. ഇനി 2 ചോദ്യങ്ങൾ കൂടി വന്നു. പഴയ നിയമത്തിൽ പന്നി ശപിക്കപ്പെട്ടൊരു മൃഗമായിട്ട് പരാമർശിക്കുന്നു. പന്നിയുടെ മാംസം
ഭക്ഷ്യയോഗ്യമല്ലാതെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ കാണുന്നുണ്ട്. പന്നിയുടെ മാത്രമല്ല, ചെതുമ്പലില്ലാത്ത മത്സ്യത്തെ ഭക്ഷ്യയോഗ്യമായിട്ട് കാണുന്നില്ല. അവിടെ നിഷിദ്ധമായ കുറേയേറെ ഭക്ഷ്യവസ്തുക്കളുടെ ലിസ്റ്റ് ഓൾഡ് ടെസ്റ്റമെൻറ്റിലുണ്ട്. പുതുനിയമത്തിൽ എങ്ങനെയാണ്? പുതുനിയമത്തിൽ ഈ കാര്യത്തിലുള്ള മറുപടി, നിയമമില്ലാത്തിടത്ത് നിയമലംഘനമില്ല. കാരണം അവൻ ഭക്ഷിക്കുന്നതല്ല അവനെ അശുദ്ധരാക്കുന്നത്, അവനിൽ നിന്ന് വരുന്നതാണ്, അവൻ്റെ ആക്ടിവിറ്റിയാണ് പാപം. അപ്പോൾ പുതുനിയമം എവിടെയും ഇത് നിഷിദ്ധമാക്കുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾ യോഗ്യമെന്ന് കണ്ടാൽ അത് ഭക്ഷിക്കാം. റെസ്ട്രിക്ഷൻ എവിടെയെന്ന് അറിയണ്ടേ? ഇത് നമ്മുടെ കൂടെ വരുന്നൊരു വിശ്വാസിക്ക്, കൂടെ വരുന്നൊരു സഹോദരന് ഈ ഭക്ഷ്യവസ്തു ഇടർച്ച വരുത്തുന്നതെങ്കിൽ പന്നിയുടേതെന്നല്ല, ഏത് മാംസം ഒഴിവാക്കണം, ഏത് ഫുഡ് ഒഴിവാക്കണം. എന്തിനു വേണ്ടിയാ? അവന് വേണ്ടി. അതിലെ പ്രമാണം ഭക്ഷ്യയോഗ്യമായ ഏത് വസ്തുവും നിങ്ങൾക്ക് തോന്നുന്ന ഭക്ഷ്യയോഗ്യമായ വസ്തു നിഷിദ്ധമല്ല എന്ന് വചനം പറയുന്നവ ഭക്ഷിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം എല്ലായിടത്തും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കയ്യിൻ്റെ ഭാര്യ എവിടുന്നാണ്? ന്യായമായൊരു ചോദ്യമാണ്. ഇത് ഞാൻ കയ്യിൻ്റെ ഭാര്യ എവിടുന്നാന്ന് ചോദിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതാണ്ട് 50-ലധികം ആളുകൾ കണ്ടു, കെയിലധികം ആളുകൾ കണ്ടു. കൃത്യമായ വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ കയ്യിൻ്റെ ഭാര്യ എവിടുന്നെന്ന് കൃത്യം ബൈബിൾ പറയുന്നില്ല. എന്നാൽ നമുക്കിലെത്താവുന്ന ചില അനുമാനങ്ങളുണ്ട്. അവിടെ ഒരു വിഷയം, ഈ സംശയം കുറെ കൂടി ബലപ്പെടാൻ പാകത്തിലുള്ളൊരു തെളിവിടെ തരാം. സംശയം കൂടും. കയീൻ ഒരു പട്ടണം പണിതു, അതിന് ഹാനോക്ക് എന്ന് പേരിട്ടു. ഒരു പട്ടണം എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് പിന്നെ വണ്ടിയും വാഹനമൊന്നും ഇല്ലെങ്കിലും കുതിരവണ്ടിയും അല്ലെങ്കിൽ കാളകളും ഒക്കെ ഉണ്ടെന്നും കൂട്ടിക്കും. പക്ഷെ കുറേ കടകമ്പോളങ്ങൾ, ജനത്തിരക്ക് ഒക്കെ ഉള്ള സ്ഥലമാണ് പട്ടണം. പക്ഷെ നമ്മുടെ അറിവിൽ കയീനുണ്ട്, ആദമുണ്ട്, ഹവയുണ്ട്, ഇവരുടെ കുടുംബം എല്ലാം കൂടി 10-ൽ താഴെ ആളാണ്. ഈ 10-ൽ താഴെ ആളുകൾക്ക് വേണ്ടി ഒരു പട്ടണം എന്തിനാ? 10-ൽ താഴെ ആളുകൾ നോക്കിയ ഒരു പട്ടണം ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഇത് കള്ളമാണ്. അങ്ങനെയല്ല പറയാം. ഈ ബൈബിളിലെ സംഭവങ്ങൾ എഴുതിയ വേഗതയിൽ അത് സംഭവിച്ചു എന്ന് കരുതരുത്. ഇത് ബ്രീഫിംഗ് ആണ്, ഹിസ്റ്ററി പറയാം. കയീൻ്റെ ജീവകാലത്തിനിടയിൽ അയാളൊരു പട്ടണം പണിതു. കയീൻ്റെ ജീവകാലത്തിനിടയിൽ അയാൾ വിവാഹം കഴിച്ചു. അപ്പോൾ മനുഷ്യരാശി അംഗസംഖ്യ പെരുകുകയും വർദ്ധിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് കയ്യിന് ഈ യാഗമെല്ലാം കഴിഞ്ഞിട്ട് നോദേശത്ത് ഒന്ന് കല്യാണം കഴിച്ചു എന്ന് സങ്കല്പം വരരുത്. അത് ആരുടെ ജീവചരിത്രം പഠിച്ചാലും അങ്ങനെയൊക്കെ ഉള്ളൂ. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗാന്ധിജി കറക്റ്റ് ഇങ്ങോട്ട് വരികയും ഒരു കട്ടൻ ചായം കുടിച്ച് നേരെ സമരം വിളിച്ച് പോയി എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം, അല്ലേ? ഒരു കട്ടൻ ചായ കുടിക്കുന്നു, നമ്മളെല്ലാം കൂട്ടുന്നു, കുറേ പേരെയും കൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയി എന്നല്ല. ഇതിനിടയ്ക്ക് നോട്ടബിൾ ഇൻസിഡൻസേ ചരിത്രം ചേർക്കുള്ളൂ, അത്യാവശ്യം വേണ്ടത്. അപ്പോൾ കയീൻ തൻ്റെ ജീവകാലത്ത് ചെയ്ത 2 ശ്രദ്ധേയ കാര്യങ്ങളാണ്. ഒന്നവൻ്റെ വിവാഹം, 2 പട്ടണം പണിതത്. അപ്പോൾ ഇനി ഈ ഭാര്യ വരാനുള്ള സാധ്യത അതുപോലെ കാര്യമാണ്. കയീൻ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ കണ്ടാൽ കൊന്നുകളയും. അതാരാ? ആരെന്ന് ചോദിച്ചാൽ ആരുമാകാം, ആദമടക്കം ആരുമാകാം. ഒരാളുണ്ടായാൽ മതി ഈ വിഷയത്തിൽ. അവൻ്റെ ഭയമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ എവിടുന്ന്? നമുക്കറിയാം. ഇവിടെ വലിയൊരു ചോദ്യം. ഞാൻ ഈ പരിണാമ സിദ്ധാന്തത്തെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ ഒരു സഹോദരനോട് ചോദിച്ചു, ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യമുണ്ടാകുന്നത് ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചു. അത് 2 പേരും കൂടെ ഒരുമിച്ചുണ്ടാകും. കാരണം ബാക്കി തലമുറയെ നയിക്കാൻ പറ്റാതെ, സ്ത്രീ ഉണ്ടായാലും പറ്റില്ല, പുരുഷനുണ്ടായാലും പറ്റില്ല, 2 പേരും ഉണ്ടാകണം. എങ്കിലേ തലമുറ പിന്നെ നിൽക്കുള്ളൂ. ഉത്തരവില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ചോദ്യത്തിലേക്ക് വരാം. നാം അറിയുന്നതനുസരിച്ച് ആദം 930 വർഷം ജീവിച്ചിരുന്നു. ഈ 930 വർഷത്തിനിടയ്ക്ക് പറയുക, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പം ആദമ്യ കുലത്തിൽ പേര് ചേർക്കാത്ത നിരവധി മക്കളുണ്ട്.
അതിൽ കയീൻ്റെയും ഹാബേലിൻ്റെയും പേര് മാത്രം ചേർക്കാൻ കാരണം അവരാണ് പ്രശ്നക്കാർ. ഒരു വീട്ടിൽ ചരിത്രത്തിൽ ഇടപെടുന്നവരുടെ പേരെ ചേർക്കൂ. ഒരു കുറ്റവാളി ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ അയാൾ കുറ്റം ചെയ്തുകൊണ്ടാണ് വധശിക്ഷ. അതാ മനോരമ വന്നേ. ആ വീട്ടിൽ അനിയനുണ്ടോ അപ്പനുണ്ടോ ചേട്ടനുണ്ടോ എന്നുള്ളത് മാധ്യമപ്രവർത്തനം അറിയേണ്ട, അത് പ്രസക്തമല്ല. അപ്പോൾ ഈ ചരിത്രത്തിൽ വന്നത് അതിൽ ഇടപെട്ടവൻ്റെ പേരാണെങ്കിൽ കയീനും ഹാബേലും ഒഴികെ പിന്നെയും മക്കളുണ്ട്. ആ മക്കളിൽ ഒരു പെണ്ണ് അവൻ്റെ ഭാര്യയായിക്കൂടെ എന്നൊരു സങ്കല്പത്തിലേക്ക് എത്താം. അവരൊരു ധാർമ്മികത ഉടലെടുക്കും. ഓൺ സിസ്റ്ററെ ഒരു ഇൻസെസ്റ്റ് മാര്യേജ് ബൈബിള് പെർമിറ്റ് ചെയ്യുന്നു. ഒന്നത് മനസ്സിലാക്കേണ്ടത്, ബൈബിൾ അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ പ്രപഞ്ചക്രമത്തിൻ്റെ മാനവകുലത്തിൻ്റെ ആ ഗോത്രവർഗ കാലഘട്ടത്തിൽ പോസിബിളായൊരു വഴി അതാണ്. ഇവിടെ രണ്ട് ചോദ്യം വരുന്നത്. സാധ്യത ഏതാണ്? ഒരു ഭാര്യ ഉണ്ടാകാൻ സാധ്യത അതേ കുലത്തിൽ നിന്നാണ്. ആ സാധ്യത എങ്ങനെയെങ്കിൽ അതിലെ എത്തിക്സ് എന്താ? അതിലെ എത്തിക്സ് ഹനിക്കപ്പെടുന്നുണ്ട്. കാരണം എത്തിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സഹോദരി പുത്രിയെ വിവാഹം കഴിക്കുന്നു. എത്തിക്സ് പ്രശ്നമല്ല. എത്തിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലെ എത്തിക്സിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ എത്തിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത, നിയമമില്ലാത്തൊരു ലോകത്ത് നിയമലംഘനമില്ല. അത് തുടർന്ന് പോരുകയാണ്. അതിലെ ധാർമ്മികത അടുത്തൊരു വിഷയം. സാധ്യതയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ സാധ്യത ആദമ്യകുലത്തിൽ തന്നെ ജനിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. ചോദ്യമാകാം. സാറിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാമോ? പിന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു, ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ മൂന്നാം ലിംഗക്കാരായി ജനിക്കുന്ന ആൾക്കാരുണ്ട്, ജനറ്റിക്കലി ജനിക്കുന്നവരുണ്ട്. അതുകൂടാതെ ജനിച്ചതിന് ശേഷം ട്രാൻസ്ജെൻഡറായി മാറുന്നവരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സാറിനൊരു ക്ലാസ് തരാമോ? ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതൊന്ന് വിളിച്ചു തന്നാൽ നന്നായിരിക്കും. അതായത് ഈ ട്രാൻസ്ജെൻഡർ എന്ന ഒരു പ്രശ്നത്തെ ചർച്ചക്കെടുക്കുമ്പോൾ LGBT എന്ന് ചേർത്ത് പറയും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഹോമോസെക്സ്വൽസ് അടക്കമുള്ള വിമത ലൈംഗിക വിഭാഗം എന്ന് പറയുന്ന പുരുഷനെ വിവാഹം കഴിക്കുന്ന, സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ആ സമൂഹവും, അതുപോലെ ഈ ജെൻഡർ സംബന്ധിയായി പ്രശ്നമുള്ള മൂന്നാമതൊരു ജെൻഡറിൽ ജനിച്ചു എന്ന് പറയുന്നവരെ എല്ലാം ചേർത്താണ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം വിവക്ഷിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെ വിവക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ കാരണം പറയാം. നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഏത് നിഗമനം വെച്ച് പരിശോധിച്ചാലും 2 ജെൻഡറേ ഉള്ളൂ, 3 ജെൻഡർ ഇല്ല. 3 ജെൻഡർ ഇല്ല. അടിസ്ഥാനപരമായി ഈ ആളിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഉണ്ട്. പക്ഷെ കുഴപ്പം എവിടെയെന്നറിയണ്ടേ, ഈ ആളിലെ ഹോർമോൺ, ഇപ്പം ഞാനൊരു പുരുഷനാണ്, എനിക്ക് പുരുഷ ഹോർമോണിന് പുറമെ സ്ത്രൈണ ഹോർമോണും ഉണ്ട്. അതിൻ്റെ ഇൻബാലൻസ്മെൻ്റാണ്, അസന്തുലിതാവസ്ഥയാണ് ചിലപ്പോൾ എന്നിൽ പൗരുഷം മറഞ്ഞു നിന്നിട്ട് സ്ത്രൈണഭാവം, കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരുന്നേ, സ്ത്രൈണഭാവം കൂടുതൽ വരാൻ കാരണം. മറ്റൊരു കാര്യം, നമ്മുടെ പ്രകൃതി അതിനൊരു കാരണമാണ്. ഒരു അപകടം ഞാൻ പറയാം. ഒരു വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, അല്ലെ 2 ആൺകുട്ടികളാണ്. ഈ വീട്ടുകാർ ഈ ആൺകുട്ടി ഇല്ല എന്നുള്ളൊരു ഭാരം തീർക്കാൻ ഇതിലൊരു കുട്ടിയെ പെണ്ണിൻ്റെ നേച്ചറിൽ വളർത്തും. ഈ ആൺകുട്ടിക്ക് പെണ്ണിൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് എടി മോനെ എന്നൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ എടാ എന്നൊക്കെ വിളിച്ച് ആണിൻ്റെ നേച്ചർ വളർത്തും. മനഃശാസ്ത്രപരമായ ആ കുട്ടിയിൽ പെണ്ണാണെങ്കിൽ കൂടി ഒരു പൗരുഷഭാവം പതുക്കെ 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 വരും. അതിൻ്റെ കളിക്കോപ്പുകൾ, അത് പഠിക്കുന്നവ, അത് ഇടപെടുന്നതെല്ലാം പുരുഷ നേച്ചറിലേക്കാണ്.
മനഃശാസ്ത്രപരമായി ഏറെ ഈ വഴി പോകാനുള്ളൊരു സാധ്യത അവിടെയാണ്. ഒരു കാരണവശാലും ബൈബിള് ഈ 3 തരത്തിലുള്ള ജെൻഡറുകളെ പറ്റി ബൈബിളെന്നല്ല ശാസ്ത്രത്തിലും ഇല്ല. അത് തെറ്റായൊരു നരേഷനാണ്. അപ്പോൾ കുട്ടികൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം, അവരിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ഒരു പുരുഷനായി മാറുന്നതിൽ എന്ത്? അതിൻ്റെ ഉത്തരം ഇത്രയുള്ളത്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് നമുക്ക് വിലക്കാൻ പറ്റില്ല. ഒരാളൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നതും സ്ത്രീയെ വിവാഹം കഴിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരാൾ പുരുഷ നേച്ചറിൽ ജീവിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ബൈബിളിൻ്റെ എത്തിക്സിൽ ദൈവവചനത്തിന് അത് വിരുദ്ധമാണെന്ന് പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യവും വലുതാണ്. അതുകൊണ്ട് അതിനെ ഒരിക്കലും വിഗ്രഹിക്കാൻ പറ്റില്ല, അതിനെ ദൈവികമായി കാണാനും പറ്റില്ല. അതിനകത്ത് ഇമ്പോസ് ചെയ്യുന്ന ശാസ്ത്രം എത്ര കണ്ട് ശാസ്ത്രമാണെന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ട്രംപ് വന്നോട് അതൊക്കെ എടുത്ത് കളഞ്ഞു, 2 നേച്ചറേ ഉള്ളെന്ന് പറഞ്ഞു. ഇതൊരു പ്രവണതയുടെ ഭാഗമായി രൂപപ്പെട്ട് വരികയാണ്. ഇത് മാറി വരണം. ഇതിനൊരു കാരണമുണ്ട്. ഇതും വചനത്തിൻ്റെ ഒരു പ്രവചനമാണ്. നോഹയുടെ കാലം പോലെ ആകും. വചനത്തിൻ്റെ ഒരു പ്രവചനമാണ്. ലോത്തിൻ്റെ കാലം പോലെ ആകും. ഇത്തരമൊരു കാലത്തോട് നമ്മളെയും മാനസികമായി പൊരുത്തപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു സേറ്റനിക് സ്ട്രാറ്റജി ഇതിലുണ്ട്. അത് ഞാനിന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇത്തരം ആളുകൾ ഫൈറ്റ് ചെയ്ത് കോർട്ടിൽ പോയി ഓർഡറും വാങ്ങിക്കൊണ്ടുവന്ന് കല്യാണം നടത്തിത്തരാൻ പറയുന്നൊരു കാലം നമ്മുടെ കൺമുമ്പിൽ വരും. ചോദ്യം ചോദിച്ച ആളടക്കം കേട്ടു, കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് കോർട്ട് ഓർഡറും കൊണ്ട് വന്നിട്ട് IPC ചർച്ച കൂടി കല്യാണം നടത്തണമെന്ന് പറയുന്ന അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നുള്ള അന്നേരം അല്ലേ? അതിൻ്റെ കാരണം കൂടെ പറയാം. നമ്മളൊരു 10 കൊല്ലം മുമ്പ് ഇങ്ങനൊരു കേൾവി കേട്ടാൽ നെറ്റി ചുളിച്ച് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന അർത്ഥത്തിലായിരുന്നു കേൾക്കുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന മുതിർന്നവരും കുട്ടികളുമെല്ലാം ഇതിനോട് പൊരുത്തപ്പെട്ടു. അല്പം കഴിഞ്ഞ് നമ്മളും പൊരുത്തപ്പെടും. അതിൻ്റെ കാരണം പറയാം. എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന്? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്തരം 2 പേര് വന്ന് പാർത്തു. നമുക്ക് ആദ്യം ഒരു ചിരിയും തമാശയൊക്കെ തോന്നിയെങ്കിലും ക്രമേണ ഇങ്ങനെയുള്ള മനുഷ്യരെ നോക്കിയാൽ ഒരു കാഴ്ച കാണും. നമ്മളിലില്ലാത്ത 100 ഗുണങ്ങൾ അവർക്കുണ്ട്. സൗമ്യത, സ്നേഹം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന അവരായി അവരുടെ കാര്യമായി നമുക്കെന്താ, അവരവരുടെ വഴിക്ക് പോട്ടെ. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ അയൽക്കാരെന്നുള്ള നില ഇവരെ ഒന്ന് പരിചയപ്പെട്ട് അവസാനം ചോദിക്കും, നിങ്ങളെന്താ ഇങ്ങനായി? ഇതാ ഞങ്ങളുടെ കാര്യം. ഏട്ടാ ഞങ്ങൾ നിങ്ങളുടെ ചർച്ചിലൊന്ന് വന്നോട്ടെ. അപ്പോൾ വിശ്വാസിയുള്ള ഒരാൾ വന്നിട്ട് പറയും ഇങ്ങനെ അവരിങ്ങോട്ടൊന്ന് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഭയിൽ 2 തരം ആളുകൾ എഴുന്നേക്കും. ഒരു കൂട്ടർ പറയാമൊന്നും വേണ്ട, ഒരു കൂട്ടർ പറയും ഇങ്ങനെയൊക്കെ എല്ലാവരും വചനം കേൾക്കുന്ന വരട്ടെ. അവരിനകത്ത് കയറി അങ്ങനെ ഇരിക്കുക. നമ്മുടെ സോണലിൻ്റെ ഒരു സമ്മേളനം വരുന്നു, ഒരു ക്യാമ്പ് വരുന്നു. ഗിറ്റാർ വായിക്കുന്ന ആൾ അതിലൊരാൾ നമ്മളിവിടെ കയറ്റി പാട്ട് പാടിക്കും. കാരണം സമ്മാനം മേടിക്കണം, അതാ പ്രധാനം. കാലക്രമേണ അവൻ നമ്മുടെ വർഷിപ്പ് ലീഡറാകും, അവൾ നമ്മുടെ വർഷിപ്പ് ലീഡറാകും. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് വരണം. അത് ഇസ്രയേലി ആലയം പണിയുന്നത് മാത്രമല്ല കേട്ടോ. ഞാനിത് കൃത്യം പഠിച്ച് പ്രസംഗിച്ച ഇത് കിടപ്പുണ്ട്. അതിനൊരു കാര്യം കൂടി പറയാം. ഞാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച ഒരു ലക്ഷണമുണ്ട്. ദാനിയേൽ പ്രവചനത്തിലാണ്. അവൻ സ്ത്രീകളുടെ ഇഷ്ടദേവനെ കൂട്ടാക്കുകയില്ല, അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. കോട്ട ഡിഫൻസാണ്, ഡിഫൻസിന് പണം നിക്ഷേപിക്കുന്നു, പ്രതിരോധം. അവൻ സ്ത്രീകളുടെ ഇഷ്ടദേവനെ നോർമൽ സെക്സിനെതിരായിരിക്കുമെന്ന്, നാച്ചുറൽ ലൈഫിനെതിരായിരിക്കുമെന്ന്, എന്ന് വെച്ചാൽ ഹോമോസെക്സ്വൽ ആയിരിക്കും. അപ്പോൾ ഹോമോസെക്സ്വാലിറ്റി വളഞ്ഞ വഴിക്ക് അകത്ത് കയറാൻ ഒറ്റയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ട് 3-ാം ജെൻഡറെ കൂട്ടുപിടിക്കുന്നു, മറ്റാളുകളെ കൂട്ടുപിടിക്കുന്നു. അവരങ്ങനെ ക്രമേണ ഇതിനകത്തേക്ക് വരും. ഇവിടെ വിശുദ്ധന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെറുക്കുകയും വേണം. ഒരുപക്ഷെ നമ്മൾ അപരിഷ്കൃതനെന്നോ യാഥാസ്ഥിതികനെന്നോ ലോകം വെല്ലുവിളിച്ചാലും അങ്ങനെ ചാപ്പ കുത്തിയാലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ എനിക്ക് സർദീസിലുണ്ട് എന്ന് പറയുമാർ വേറിട്ട് നിൽക്കാൻ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചോണം. ഇനി സഭ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ധാർമ്മിക അധപ്പതനമായിരിക്കും. ഒരു സംശയം വേണ്ട. കാലങ്ങൾക്കപ്പുറത്ത് ലോത്തിൻ്റെ കാലം പോലെയാകും, നോഹയുടെ കാലം പോലെ ആകുമെന്ന് എഴുതി വെച്ചത് ഇതല്ലെങ്കിൽ പിന്നെ എന്ത്? അപ്പോൾ സിസ്റ്റർ ചോദ്യത്തിൻ്റെ ഒറ്റ വാക്കിലെ ഉത്തരം 3 ജെൻഡർ ഇല്ല.
അത് ഇമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അവൻ്റെ നേച്ചർ ഒന്നിൽ അത് പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്. അതിൽ തുടരാനുള്ള അവരുടെ വ്യഗ്രതയുടെയോ മനഃശാസ്ത്ര പ്രശ്നങ്ങളാലോ അവർ സ്വയം ഈ ട്രാൻസ്ജെൻഡറായിട്ട് മാറുന്നു. ഇത്തരം ആളുകളുള്ള ക്രിസ്തീയ സമീപനം എന്ന് പറയുന്നത് ആ രൂപത്തിൽ ക്രൈസ്തവ സഹജമായ ആരാധനയോ രീതിയോ അനുവർത്തിച്ചു പോകാൻ നമുക്ക് അനുവാദമില്ല. അതാണ് അതിനുള്ള ഒരു കാര്യം. ഇനി ജന്മസിദ്ധമായി ഈനൂക്ക് എന്ന് പറയുന്ന ആളുകളാണ്. നമ്മുടെ ഷണ്ണൻ എന്ന് പറയുന്ന അത് പാപമല്ല. കാരണം ആ ഷണ്ണനിലും ഒരു പുരുഷപ്രകൃതമാണ് കാണുന്നത്. അതുപോലെ സ്ത്രീ പ്രകൃതമുള്ളവരുണ്ട്. ആ പ്രകൃതത്തിൻ്റെ ഭൂരിപക്ഷം എന്താ, അതിൻ്റെ കൂടുതൽ ഭാഗം ഏതാ, അങ്ങനെ അയാളെ അടയാളപ്പെടുത്തണം. ഒരു സ്ത്രീയാണെ സ്ത്രീയായിട്ടും പുരുഷനാണെ പുരുഷനായി അടയാളപ്പെടുത്തി ദൈവമകനായി കണ്ട് ഇതിനകത്ത് സ്വീകരിച്ചു പോകാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജന്മസിദ്ധമായി ഒരുവനിൽ ഒരു പുരുഷഭാവം കുറവും സ്ത്രൈണഭാവം കൂടുതലുമെങ്കിലും അവൻ ബയോളജിക്കലി അവൻ പുരുഷനാണെ പുരുഷനായിട്ട് അംഗീകരിക്കണം, സ്ത്രീയാണെ സ്ത്രീയായിട്ട് അംഗീകരിച്ച് ഇതിനകത്ത് ചേർത്ത് കൊണ്ടുപോകാൻ ഒരു പ്രയാസമില്ല. അത് ദൈവം കൊടുത്ത നേച്ചറാണ്. എന്നാൽ അവൻ സ്വന്തം ഇഷ്ടത്താൽ തൻ്റെ ബോഡി മുഴുവൻ ട്രാൻസ്ഫോം ചെയ്ത് മറ്റൊരു രൂപത്തിലേക്ക് എത്തിയിട്ട് എന്നെ സ്ത്രീയായി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ ഈ ലോകം അംഗീകരിക്കുന്നുണ്ടല്ലോ, അവിടെ ചെല്ല്, ഇതിനകത്ത് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ട്. അയാളുടെ സ്വാതന്ത്ര്യം പോലെ വലുതാണ് എനിക്കെൻ്റെ വിശ്വാസപരമായ വ്യതിരിക്തത. അത് ഞാൻ ഉയർത്തിപ്പിടിക്കണം. നിനക്ക് നിൻ്റെ സ്വാതന്ത്ര്യം വലുതാ, അതിനെതിരല്ല. അതുകൂടെ നിർത്തണം. ഒരാൾ അങ്ങനെ ജീവിക്കുന്നു, അവരെ കല്ലെറിയാനോ ഉപദ്രവിക്കാനോ ആക്ഷേപപ്പെടുത്താനോ പരിഹസിക്കാനോ നമുക്ക് അവകാശമില്ല. അവരവരുടെ വഴി, ഇത് നമ്മുടെ വഴി വേറെ. മനസ്സിലായോ? മനസ്സിലായോ? അനുബന്ധമായിട്ട് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. ഇനി ദശാംശം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ സുവിശേഷീകരണത്തിനോ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇത് നമുക്ക് നേരെയുള്ളൊരു ചോദ്യമായി പോയില്ല പാസ്. പാസ് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യോ? നമുക്കുള്ള വിഷയം ഇതല്ലേ. ഞാൻ ഇടയ്ക്ക് സ്ത്രീകൾക്ക് ശബരിമല കയറാമോ എന്ന് ചോദിച്ച് ചോദ്യം വന്നു ഹിന്ദുക്കളുടെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും അങ്ങനെ വല്ല മതഗ്രന്ഥത്തിൽ അവിടെ കയറരുതെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും അങ്ങോട്ട് പോകല്ലേ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ ടൈത്ത് എന്ന് പറയുന്നത്, ദശാംശം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പഴയ നിയമ ഉപദേശമാണ്. സഭകളിൽ ദശാംശം ഉണ്ടോ? ഉണ്ട്. ഇതെന്തിനാണ്? ചർച്ച് അതിൻ്റെ ഡിസിപ്ലിനിൽ ഒരു ഓർഗനൈസേഷൻ നിലയിൽ മുമ്പോട്ട് പോകാൻ അതിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ഫണ്ട് അതിൻ്റെ വ്യാപ്തിക്കനുസൃതമായി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റില്ല. അത് ആത്മീയ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റിക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ്. നമുക്ക് കമ്മിറ്റിയുണ്ട്, സഭയുണ്ട്, സംവിധാനമുണ്ട്. ഇടർച്ച വരുത്താതെ ആ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഡോക്ടറിൻ്റെ ആവശ്യമില്ല. അതിനാണ് അഡ്മിനിസ്ട്രേഷൻ. കാരണം അഡ്മിനിസ്ട്രേഷൻ ഒരു കൃപയാണ്. അതിനനുസൃതമായി അത് വിനിയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു പ്രശ്നം അക്കാര്യത്തിൽ കാണുന്നില്ല. എന്നാൽ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് പാസ്റ്റർ നിങ്ങളുടെ ശുശ്രൂഷകരായിരിക്കെ അദ്ദേഹത്തെ സന്ധിക്കേണ്ടതിന് ആ തുകയുടെ നല്ലൊരു ഗണ്യമായ ഭാഗം വിനിയോഗിക്കുന്ന പതിവ് സഭയിലുണ്ട്. അദ്ദേഹം സഭയുടെ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുകയും അധികരിച്ച് വരുന്നത് സഭയുടെ വെൽഫെയറിന്, ജനത്തിൻ്റെ വെൽഫെയറിന്, ചാരിറ്റിക്ക്, മിനിസ്ട്രിക്ക്, മിഷന് ഉപയോഗിക്കാം. അതാകുന്നു അക്കാര്യത്തിലെ കൺക്ലൂഷൻ. ഇനി ചോദിക്കുന്നത്, ആഭരണം ധരിക്കുന്നത് ശരിയോ? ആഭരണം ധരിച്ചാൽ സ്വർഗം പോകുമോ? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയേ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റൂ. പെന്തക്കോസ്ത് സഭകളുടെ കേരളത്തിലെ പ്രായം 100 വയസ്സാണ്. IPC ചർച്ചകോടും അസംബ്ലി സോഡിനൊക്കെ 100 വയസ്സാണ്. ഇതിൽ സ്ട്രിക്റ്റായിട്ട് ആഭരണ വർജനം സ്വീകരിച്ച സഭ IPC ആണ്. AGയിൽ ആഭരണമാകാം. ചർച്ചകോടിൽ ഇവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എങ്കിലും നിയമതടസ്സമില്ല. കേരളത്തിന് പുറത്ത് എവിടെയും അങ്ങനെ തടസ്സമില്ല. പക്ഷെ ഇതൊരു വലിയ വിഷയമുണ്ട്. ഈ ആഭരണം നിങ്ങൾക്ക് ധരിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലോക്കൽ സഭയ്ക്ക് ഭൂരിപക്ഷം മനുഷ്യരും ധരിക്കാതെ വരികയും വർഷങ്ങളായി അവർ ശീലിച്ച ആ ശൈലി മാറ്റിക്കൊണ്ട് നിങ്ങൾ ചിലരത് ഉപയോഗിക്കുകയും ചെയ്താൽ സഭയിൽ ഇടർച്ച വരും.
അങ്ങനെയുള്ള ആളുകൾ ഇത് ധരിക്കാൻ പാകത്തിനുള്ള വിധത്തിൽ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ള സഭകളുണ്ട്. അതിൽ അംഗത്വം തേടുകയാണ് വേണ്ടത്. അല്ല എങ്കിൽ നമുക്കിടയിൽ നിൽക്കുന്ന ഐക്യത തകർന്നിട്ട് അത് കൈകാര്യം ചെയ്യുക പ്രയാസമാണ്. അതാണ് എൻ്റെ എത്തിക്സ്. ഇനി എൻ്റെ ഡോക്ടറാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഒരാൾ ആഭരണം ധരിച്ചു എന്നത് അയാളുടെ നിത്യതയ്ക്ക് തടസ്സമാണെന്ന് പറയാൻ ഒരു വചനവും ബൈബിളിൽ കാണുന്നില്ല. എനിക്ക് വസ്തുത ഊന്നിയേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആഭരണം ധരിക്കുന്ന ആളല്ല, എൻ്റെ വീട്ടിലാരും ധരിക്കുന്ന ആളില്ല. പക്ഷേ ഇത് നമ്മുടെ കൾച്ചറാണ്, എൻ്റെ സംസ്കാരമാണ്. ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ സമൂഹത്തിൻ്റെ കൾച്ചർ ഇതാണ്. ഈ കൾച്ചർ എനിക്ക് വിലപ്പെട്ടതാണ്. എനിക്ക് സംസ്കാരം സംരക്ഷിച്ചേ പറ്റൂ. അതിന് പുറത്ത് ഒരു വിശ്വാസി ആഭരണമിട്ടാൽ അവനെ പാവിയെന്ന് കാണാൻ എനിക്ക് കഴിയില്ല. കാരണം അസംബ്ലി സ്കൂളിലെ ദൈവമക്കൾ അത് ഉപയോഗിക്കുന്നു, മറ്റ് സഭകളിലെ ദൈവമക്കൾ ഉപയോഗിക്കുന്നു. അവർ പാപികളല്ല. പക്ഷെ ഈ കൾച്ചറിനുള്ളിൽ ഇടർച്ച ഭവിക്കാതിരിക്കാൻ ആഭരണ തൽപരർ അവരുടെ സ്വന്തം വഴി തിരയുക, മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രക്ചറിനുള്ളിൽ അനുവദിക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ സിറ്റുവേഷനിലുള്ള എത്തിക്സ്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി ജാതിയും വിഭാഗവും നോക്കി വിവാഹം കഴിക്കുന്ന അതിനനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് പറയുന്നത് ശരിയാണ്. ഇതിലൊരു ശരിയുണ്ട്. എന്താണെന്ന് പറയാം. ഈ ശരി എന്ന് പറയുന്നത്, ഈ വിവാഹം ഒരു പരീക്ഷണ ഘട്ടമല്ല, അത് ലൈഫാണ്. എന്നാൽ ഈ ജാതിക്കെതിരെയുള്ള പോരാട്ടം ഒരിക്കലും കല്യാണം കഴിക്കാനുള്ള ക്ഷണമല്ല ആരോടും പറയുന്നത്. ബ്രാഹ്മണെ ക്ഷത്രിയന് കല്യാണം കഴിക്കണമെന്നോ ബ്രാഹ്മണെ പോയിട്ട് ശൂദ്രന് കല്യാണം കഴിക്കണമെന്നൊരു വാദം ജാതിരാഹിത്യത്തിലില്ല. ശൂദ്രനെ മനുഷ്യനായിട്ട് അംഗീകരിക്കണം, ബ്രാഹ്മണൻ ഉന്നതനാണെന്ന് ധാരണ മാറണം, മാനവികതയിൽ ഒന്നാകണം. ഇതാ ജാതിവാദം. ഇനി ജാതി മാത്രമല്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊരിക്കലും ഒരു പഞ്ചാബി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തോന്നില്ല പ്രഥമ ദൃഷ്ടിയ. എന്നാൽ കൾച്ചറിൻ്റെ ഒരു പ്രശ്നം, ഭക്ഷണത്തിൻ്റെ പ്രശ്നം, സംസ്കാരങ്ങളുടെ സംഘടനകളുടെ പ്രശ്നം. കാരണം മനുഷ്യൻ ജന്മസിദ്ധമായി വ്യത്യസ്തനാണ്. അവനിലെ മാനവികതയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, മനുഷ്യത്വത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യനിൽ ഇത്തരത്തിലെ വിഭാഗീയതയൊന്നും കൂടാതെ പോകുന്നൊരു ലോകമാണ് ബൈബിൾ വീക്ഷിക്കുന്ന, ക്രിസ്തു വീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ വിപ്ലവാത്മകമായൊരു ബോധം കൊണ്ട് ഒറ്റ സുപ്രഭാതത്തിൽ കല്യാണം കഴിച്ച് പരിഹരിക്കാൻ പറ്റിയ ഒന്നല്ല ജാതി. അതുകൊണ്ട് ജാതി അധിഷ്ഠിത കല്യാണം വേണമെന്ന് ചോദിച്ചാൽ അതും തെറ്റാണ്. അപ്പം നമ്മളൊരു മിശ്ര വിവാഹം എന്നൊരു പ്രയോഗം പറയുമല്ലോ. ആക്ച്വലി മിശ്ര വിവാഹമൊന്നുമില്ല. ഒരു മനുഷ്യനെ വിവാഹം കഴിച്ചാൽ എങ്ങനെ മിശ്ര വിവാഹമാകും? ഒരു മനുഷ്യൻ ഒരു കന്നാലിയെ വിവാഹം കഴിച്ചാൽ അതാ മിശ്ര വിവാഹം. മനസ്സിലായില്ലേ? ഒരു കഴുത ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് മിശ്ര വിവാഹം. അങ്ങനെ രണ്ട് ജനുസാണ്. മനുഷ്യനെ വിവാഹം കഴിച്ചാൽ മിശ്ര വിവാഹമല്ല. അപ്പം ജാതി, മതം, വർണ്ണം, വർഗം ഓരോ കാലത്തിനനുസൃതമായി മനുഷ്യനുണ്ടാക്കിയതാണ്. അതൊക്കെ നിരാകരിക്കേണ്ട ഘട്ടം കഴിഞ്ഞു. എന്നാൽ ഇന്നും അതിനുവേണ്ടി ആവേശഭരിതരായി ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ആ ബോധത്തെ പരിഷ്കരിക്കേണ്ടതുണ്ട്, ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമ്മൾ വരുത്തേണ്ട മാറ്റമാണ്. ഇതിലൊരു കാര്യം കൂടെ ഒന്ന് തീർത്ത് പറയാം. നമ്മൾ പലപ്പോഴും ഊറ്റം കൊള്ളുന്നൊരു കാര്യമാണ് പണ്ടത്തെ ആത്മീയത. അത് പറയാത്തൊരു മനുഷ്യനും കാണുകയില്ല. പണ്ട് നമ്മൾ പള്ളിയിൽ പോയതും അന്ന് കിട്ടിയ സന്തോഷവും അന്യഭാഷ കിട്ടിയതും പിതാക്കന്മാരും മണിക്കൂറുകൾ നിന്ന് പ്രസംഗിച്ചതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇത്രയും വലിയ ആത്മീയരുണ്ടായിട്ട് അവർ ഈ ജാതി പരിഹരിച്ചില്ല. അതെനിക്കെന്താണെന്നാണ് മനസ്സിലാകാത്തത്. അവർ വലിയ ആളുകളാണ് നമ്മളെ പൂർവികർ. ഇവർക്ക് അന്ന് പരിഹരിക്കാമായിരുന്നു സഭയ്ക്കുള്ളിൽ. ഇതിനകത്ത് വരുന്നൊരുവനെങ്കിലും സഹോദരനെ സഹോദരനായി കാണുകയും സഹോദരിയെ സഹോദരിയായി കാണുകയും ചെയ്തുകൊണ്ട് മനുഷ്യത്വം പാലിക്കണമെന്ന് കർശനം പറയാതെ അത് പഠിപ്പിക്കാതെ നമ്മൾ ഈ അന്യഭാഷയെല്ലാം പറഞ്ഞു ഈ പ്രചരണമെല്ലാം നടത്തി. ആ ചോദ്യം ചോദിച്ച കുഞ്ഞിൻ്റെ ചോദ്യത്തിനകത്തൊരു ഉത്തരവുണ്ട്. അപ്പോഴും ജീവിതം പരീക്ഷണ വസ്തുവല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളുടെ
ഒരു സങ്കലനമാണ്. അത് ജാതി അവഗണിച്ചാകാം. ഇനി അവൻ അങ്ങനെ തന്നെ പറ്റുമെന്ന് കണ്ടാൽ നിങ്ങളിൽ നിന്ന് ഇതുവരെയും അത്തരം ചിന്തകൾ പോയിട്ടില്ല എന്നൊരു കുറവ് നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വേണം ചിന്തിക്കാൻ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജാതിരഹിതമായ ഒരു സമൂഹത്തിൻ്റെ രൂപവൽക്കരണത്തിന് വേണ്ടിയാണ് ഇനിയുള്ള കാലം ദൈവമക്കൾ പ്രവർത്തിക്കേണ്ടത്. ഈ ചോദ്യത്തിന് നന്ദി. പാസ്റ്റർ, ഉൽപ്പത്തി 3:8 വെയിലേറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ഈ എല്ലാ ദിവസവും ദൈവം വെയിലാറുമ്പോൾ വരാറുണ്ടോ, അതോ ഇവർ പാപം ചെയ്തു എന്ന് കണ്ടപ്പോൾ അന്ന് വന്നതാണോ? അതായത് തിയോളജിയിൽ ഒരു രസകരമായ പദപ്രയോഗമുണ്ട്. ആന്ത്രോപോമോർഫോസിസം. അതായത് നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാവും. മോർഫ് ചെയ്യുക എന്ന് പറയില്ല, ഒരു ചിത്രത്തിലേക്ക് മറ്റേ ചിത്രം ചേർത്ത് വെക്കുക. ഈ ദൈവത്തെ നമുക്കൊരു വിധത്തിലും നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കാണാനും മനസ്സിലാക്കാനും പറ്റില്ല. മോശയൊക്കെ കണ്ടത് റെവലേഷനാണ് അല്ലേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഒരു നാളും കണ്ടിട്ടില്ലാത്ത, കാണാനാവാത്ത, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ ദൈവത്തെ അനുഭവേദ്യമാക്കാൻ ഒരാശയം പറയുമ്പോൾ ദൈവത്തെ മനുഷ്യവൽക്കരിച്ച് പറഞ്ഞെങ്കിലേ നമുക്ക് പിടികിട്ടുള്ളൂ ഇതെങ്ങനെയുള്ള ആൾ. ഉദാഹരണം, യഹോവയുടെ വലങ്കരം, അപ്പോൾ ഇടങ്കരം കൊണ്ടുണ്ടെന്ന് ചിന്തിക്കണം. അവൻ്റെ കണ്ണുകൾ, അവൻ നടകൊള്ളുന്നു, അവൻ സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തെ മനുഷ്യനായി അവതരിപ്പിക്കാതെ നമുക്ക് ഇതിനകത്ത് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉൽപ്പത്തിയുടെ എഴുത്തുകാരൻ ആദം ഹവ്വമാരുടെ ആ ലോകത്തെക്കുറിച്ച് വിവക്ഷിക്കുമ്പോൾ വിശ്രാമത്തിൻ്റെ വേളകളിൽ വെയിലാറുക ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷനിർഭരമായൊരു വിശ്രാമത്തിലേക്ക് കിടക്കുകയാണല്ലോ. നമ്മൾ പാർക്കിലുമൊക്കെ ഇരിക്കുന്ന സമയമാണല്ലോ. മനുഷ്യന് നൽകിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്ന വേളയിൽ ആ ദൈവസാന്നിധ്യം അവനിലേക്ക് വന്നു. ആ ശബ്ദം അവന് തിരിച്ചറിയാൻ പറ്റി. അതിനെ കാവ്യാത്മകമായി രേഖപ്പെടുത്തുകയാണ്. വെയിലാറുമ്പോഴൊക്കെ യഹോവയായ ദൈവം, അത് പതിവിൻപടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യം എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ നമുക്കൊരു വിഷയം, നമുക്കിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എത്ര ആത്മീയരാണെങ്കിലും പറ്റാതെ വരുന്നു. കാരണം പല വ്യവഹാരങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ആവർത്തി ദൈവസാന്നിധ്യം കിട്ടിയാലും അതവന് സന്തോഷമാണ്. കാരണം അവന് മുഷിയുന്നില്ല, അവന് ഭയമില്ല, അവന് വിരക്തിയില്ല. അതുകൊണ്ട് ഒരു റെഗുലർ പ്രോസസ്സാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ ധരിക്കാനാണ് സാധ്യത. അതിനുള്ള സൂചനയാണ് കൂടുതലുള്ളത്. അവൻ നിരന്തരം ദൈവനോട് ഇടപഴകുകയും ദൈവകൃപ അവനിൽ വ്യാപരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പതിവ് പ്രക്രിയക്കിടയിൽ ഒരു ദിവസം അവൻ പാപം ചെയ്തപ്പോൾ ആ അസാന്നിധ്യം അവിടെ ഫീൽ ചെയ്തു എന്ന് വേണം വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ. അത്രയും അവിടെ പൂരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അടുത്തൊരു ചോദ്യം, ഷാൾ അണിയിച്ച് അനുമോദിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം. ഈ ആചാരമില്ലാത്തൊരു ലോകം അങ്ങേറ്റം വിരസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം നടത്തുക വാസു. ഈ കല്യാണം നടത്തുന്ന ആൾ ഒരു വിധത്തിലും ഈ ഇതൊന്നുമില്ല, നിങ്ങളുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചേച്ച് ഇനി പൊക്കോന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കിനി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിന് രീതികളുണ്ട് അല്ലേ? ആചാരം ദുരാചാരമാകരുത്, ആചാരം അനാചാരമാകരുത്, ആചാരം സങ്കീർണമാകരുത്, ആചാരം വൃത്തിയായിരിക്കണം, ഭംഗിയുള്ളതാകണം. നമ്മൾ മനുഷ്യരല്ലേ? മനുഷ്യനെന്ന നിലയിൽ നമ്മളൊരാളെ ആദരിക്കുന്നതോ അദ്ദേഹത്തിന് സ്വീകരണം അർപ്പിക്കുന്നതോ അത് പരിധി വിട്ട വ്യക്തിപൂജയാകാതെ പരിധിക്കുള്ളിൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു തെറ്റെന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിലേതെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനും വയ്യ. ഷാളിട്ട് ഒരാളെ സ്വീകരിക്കുന്നത്. ഇനി രണ്ടാമത് നല്ലൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് വന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. എല്ലാ യൂത്ത് മീറ്റിങ്ങിലും വരുന്നൊരു ചോദ്യമാണ്. PAP-യുടെ സ്റ്റേറ്റ് ക്യാമ്പിന് ഞാൻ 3 കൊല്ലം അടുപ്പിച്ചുണ്ടാകും. അതിലെല്ലാ വർഷവും വന്നു. അതിൻ്റെ ഉത്തരം ഇതാണ്: ലവ് മാരേജ് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണെന്നൊന്നുമല്ല, നടത്തി കൊടുക്കുമോന്നാണ്. ഞാൻ നടത്തുമോന്നാണ് ചോദ്യം. ഇപ്പോൾ ഗത്യന്തരയിൽ എന്തോ ചെയ്യും? മക്കളേതായാലും അങ്കിളിനെ ഒന്ന് കാണും.
പരിഹാരം ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഞാനിത് ശരിയാണെന്ന് പറയുന്നത് വരെ ഈ ചോദ്യം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. എന്നങ്ങൾ പറയാം ഇത് ശരിയാ, അന്ന് വരെ ഈ ചോദ്യം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിലൊരു കാര്യം, ഈ നമ്മുടെ മാതാപിതാക്കൾ ആണ് പലപ്പോഴും നമുക്ക് വേണ്ടി ചൂസ് ചെയ്തത്. വിശേഷിച്ച് നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഒരു സംഭവം പറയാറുണ്ട്. അപ്പൻ പോയിട്ട് അല്ലെ നമ്മുടെ അപ്പന് വേണ്ടി നമ്മുടെ അമ്മയെ കണ്ടു. ഒരു 90% കാര്യത്തിൽ അവരുടെ തിരഞ്ഞെടുപ്പ് കറക്റ്റായിരുന്നു. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളെല്ലായ്പ്പോഴും ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയ ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചൂസ് ചെയ്യുന്നതിലും നല്ലതായിരിക്കും ദൈവം നമുക്ക് തരുന്നത്. മനസ്സിലായോ? ഈ ചോദ്യം ചോദിച്ച പാസ് ഒന്ന് കൈ ഉയർത്തി കേട്ടോ. ഏതായാലും ഭയങ്കരമായിപ്പോയല്ലോ. ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, കുടുംബമായിട്ടുണ്ടോ? അല്ല, ചോദ്യം ചോദിച്ച പാസ് പറഞ്ഞപ്പോൾ കൈ ഉയർത്തിയെന്ന് മറ്റേ അല്ലെന്ന് കൊണ്ടു തന്ന ആള്, ആ മറ്റേ അങ്ങ് നിൽക്കുന്ന ആള്, അതാ പറഞ്ഞേ കണ്ടോ? ദൈവം ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നാ പറഞ്ഞല്ലേ? യെസ് ഓഫ് കോഴ്സ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു പിന്തുണ ഉണ്ടാവുകൊണ്ട് പറഞ്ഞാ. എന്തായാലും എഴുതിയ അല്ല സാർ, ഇത് ചോദ്യം ചോദിച്ചവരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഒരു തമാശയ്ക്ക് പറഞ്ഞ. അപ്പോൾ അതിനകത്ത് ഓർക്കണ്ടേ, ജീവിതത്തിൽ ഈ സെലക്ഷൻ, അതായത് യഹോവയായ ദൈവം തക്കതായൊരു പാർട്ട്ണറെ ഉണ്ടാക്കി ആദമിന് കൊടുത്തു. ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനടക്കമുള്ള പാർട്ട്ണറെ ദൈവം എവിടെയോ സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ, എവിടെയോ രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിലും വേണ്ടത് ചോയ്സ് ദൈവത്തിനാണ്. ദൈവത്തിന് ചോയ്സ് കൊടുത്തുകൊണ്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഒരാളിങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു സെലക്ഷൻ നടത്തി ഒരു വിവാഹം കഴിച്ചു എന്നൊക്കെ ഓർത്ത് അവരെ കൊടുംപാവിയായി കണ്ട് നമ്മൾ തള്ളിക്കളയാതെ സഭ സ്വീകരിച്ചു കൊണ്ടുപോകണം, ചേർത്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ചിലതരം വ്രണങ്ങൾ അവരെ കൊടുംപാവികളാക്കി തകർക്കും. ഇതിലൊക്കെ സഭയ്ക്ക് വേണ്ടത് കാര്യക്ഷമമായ ഒരു സമീപനമാണ്. അപ്പോൾ ഏതാണ്ട് ചോദ്യത്തിനൊക്കെ ഉത്തരവായി. ഇനി ഞാൻ പറഞ്ഞാൽ പ്രയാസമായി തീരുന്നു. കേട്ടില്ല? 2 പേപ്പറൂടെ വന്നു. ഇനിയും വരല്ലേ? ഇവിടെ ഒരു ചോദ്യം കൂടെ. ആവരണം ഉപേക്ഷിച്ച ഒരാൾ പിന്നെ അതെടുത്ത് ഇട്ടിട്ട് കർത്തൃമേശ എടുക്കാമോ? അതൊരു മോശമല്ലേ? ഇതൊക്കെ എന്തിനാ ചോദ്യം പോലും ആവശ്യമില്ല. ഇത് തെറ്റാണ്. കാരണം നിങ്ങളവിടെ ആര് പറഞ്ഞത് കളയാൻ? നമ്മുടെ സഫീരോട് പറഞ്ഞല്ലോ, വിൽക്കും മുമ്പ് അത് നിൻ്റെ അല്ലായിരുന്നോ അല്ലേ? ആവേശം കയറി എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചെടുക്കുന്നത് യുക്തമായൊരു രീതിയല്ല. അതുകൊണ്ട് ഇതിനകത്തൊരു എത്തിക്സ് ഇല്ല. അത് വർജിച്ചതായിരിക്കണം. സ്തോത്രം. രണ്ടാമത്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ 6:2 ഉൽപ്പത്തി. അത് ലേറ്റായല്ലോ, ചോദ്യം വന്നില്ലല്ലോ നിർത്തിയായിരിക്കായിരുന്നു. ലേവ്യ 11:1 മുതൽ 28 വരെ വായിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തവയുടെ ലിസ്റ്റ് കാണുന്നുണ്ട്. നമുക്കിത് ബാധകമാണോന്നാ? അതായത് നമ്മൾ കണവയും ചൂരയും കൊഞ്ചും ഒക്കെ കഴിക്കുന്നുണ്ട്. തെറ്റാണ്, ഒരു തെറ്റുമില്ല. കാരണം ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ചോ ശബത്ത് ബാബ് ഇവ സംബന്ധിച്ചോ നമുക്ക് പുതു നിയമത്തിൽ റൂളില്ല. ഓക്കെ, ഇത് സിറ്റുവേഷനിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിന് കൊടുത്ത പ്രമാണമാണ്. ഇത് അപ്രമാദിത്വമുള്ളതല്ല, നമുക്ക് ബാധകമല്ല. ശരി പാസ്റ്റർ, ഒരു ചോദ്യമുണ്ട്. ചോദിക്കാം. ഇതുകൂടെ ഒന്ന് തീർത്തട്ടെ. രക്ഷിക്കപ്പെട്ട വ്യക്തി പിന്മാറ്റത്തിൽ പോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നെയും പോയി. ഇതെന്തോ അസുഖം അല്ലേ? ഇതെന്തൊരു തരം പകർച്ചവ്യാധി അല്ലേ? ഞങ്ങളുടെ ഒരു സഹോദരി 7 ദിവസം 7 വെള്ളി ഉപവസിക്കണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു അവർക്കെതിരെ ആരാണ്ട് ഭയങ്കര കെട്ടിയിട്ടേക്കാണ്. 7 ദിവസം കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു ഒക്കെ മാറിയോ? മാറിയെന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞ് ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ വീണ്ടും ഉപവസിക്കുക. അപ്പോൾ ചോദിച്ചു ഇതെന്തിനാന്ന് ചോദിച്ചാൽ പറയാം അത് മാറി, അപ്പോൾ അതേ വേറെ കെട്ടിയെന്ന് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടു, പിന്മാറ്റത്തിൽ പോയി, തിരിച്ചു വന്നു, പിന്നെയും പോയി. അങ്ങനെ അവസാനം മരണത്തിന് മുന്നമേ
എല്ലാ തെറ്റും പശ്ചാത്തപിച്ചാൽ നിത്യതയിൽ പോകാൻ കഴിയുമോ? ഒരു പിടിയില്ല. കാരണം ഈ നേച്ചർ എന്താണെന്ന് പിടികിട്ടുന്നില്ല അല്ലേ? ഈ നേച്ചർ എന്താണെന്ന് പിടികിട്ടുന്നില്ല. അങ്ങനെ വന്നും പോയി നിൽക്കാൻ പറ്റുന്ന ഒന്നിനെ വിട്ടിട്ട് സ്ഥിരതയുള്ള ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഒരു കാര്യം കൂടെ, നമ്മളെ എങ്ങനെ ശിക്ഷിക്കാം, ഇതല്ല ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളെ എങ്ങനെ നേരെയാക്കാം. പേടിയോടെ അല്ല ദൈവത്തിൻ്റെ അരിയിൽ വരേണ്ടത് കേട്ടോ. ഹൃദയം തുറന്ന് വരണം. പിന്മാറ്റം ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന ദൈവമുമ്പാകെ താഴണം. അതാണ് വേണ്ടത്. ഇനി 36:1 ചോദിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ആ ചോദ്യം കൂടെ വരട്ടെ. ലാസ്റ്റ് ഇത് പറയാം. സ്ത്രീകൾ മൂടുപടം ഇടണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ, അതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണോ? ഈ സ്ത്രീ മൂടുപടം ഇടുക എന്നുള്ളത് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടാണ്. ആജീവനാന്തമായൊരു വ്യവസ്ഥയല്ല. പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടം ഇടണം, അല്ല ലൈഫ് ലോങ്. പിന്നെ ആരാധനാ സന്ദർഭത്തിലും മൂടുപടം ഇടണം. അതിന് കാരണമുണ്ട്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. അപ്പോസ്തലൻ പറയാണ്, ദൂതന്മാർ നിമിത്തം അധീനതാലക്ഷ്യമുണ്ടാകാതിരിക്കേണ്ടതിന് ഈ ശിരോവസ്ത്രം ഇട്ടോളും. ഇതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മുടെ ഈ യോഗത്തിൽ ദൂതനുണ്ട്, മനസ്സിലായായിരുന്നോ? എബ്രിയേലും ഒക്കെ ഇതുവഴി കറങ്ങുന്നുണ്ട്. അവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ തല പ്രദർശിപ്പിച്ചാൽ നിങ്ങളാണ് തല, പുരുഷനല്ലെന്ന് പറയുന്നു. അപ്പം ദൂതന്മാർ ഈ സബ്മിസീവ് മൈൻഡ് നിങ്ങൾക്കില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കാൻ ദൂതന്മാർ നിമിത്തം ഈ തല മറച്ചേക്കണം. എപ്പോഴാ? വൈൽ ഹാവിങ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. അല്ല ആജീവനാന്തം സ്ത്രീ ഇങ്ങനെ ഇതിലെല്ലാം പോകുമ്പോൾ തല മറച്ചുകൊണ്ട് പോകണമെന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ ആരാധന വേളയിലും സ്ത്രീക്ക് മൂടുപടം. അപ്പോൾ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, മുടി അതിന് പകരം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫിലെ കാര്യമാണ്. അതുകൊണ്ടാണ് പ്രെയർ എടുത്തു പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം മൂടുപടമിടാതെ പ്രവചിക്കുന്ന ഏത് സ്ത്രീയും പ്രാർത്ഥിക്കുന്ന ഏത് സ്ത്രീയും കർത്താവിന് അപമാനം. അപ്പോൾ മൂടുപടത്തിന് പകരം മുടി കൊടുത്തിരിക്കുന്നത് പബ്ലിക് ലൈഫിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പോൾ നിങ്ങൾ ശിരോവസ്ത്രം അണിയണം എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. സംശയത്തിനിട കൊടുക്കാതെ ഉണ്ട്. അതാണ് ഉത്തരം. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ഉത്തരം കൂടെ തന്ന് നിർത്തുന്നു. ഉൽപ്പത്തി 6:1 മുതൽ വായിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അരികിൽ ചെന്നു. സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരെ ഭാര്യമാരായി എടുത്തു. ഇതാരാണ് എന്നുള്ളതാണ് എ പ്രോബ്ലം പാസേജസ് ഓഫ് ബൈബിൾ എന്നാണ് പറയുന്നത്. 2 ഉത്തരങ്ങൾ സാധാരണ വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്ന്, ഈ ശേത്തിൻ്റെ മക്കളും അതേപോലെ കയീൻ്റെ മക്കളും ദൈവഹിതം ചെയ്യുന്നവരെ ദൈവമക്കൾ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവർ ദൈവമക്കളാണെന്നും ശേത്തിൻ്റെ, കയീൻ്റെ മനുഷ്യരുടെ പുത്രിമാരെന്നും പറയും. ഒരു വാദം. ആ വാദത്തിനൊരു വിപരീതം, അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ ജൈൻസ് എന്ന് ഇംഗ്ലീഷിൽ കാണും. രാക്ഷസന്മാർ, മല്ലന്മാർ എന്ന് കാണും. അപ്പോൾ ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ വിവാഹം കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടി രാക്ഷസനാകുമെന്നാണ് ചോദ്യം, ജൈൻ്റ് ആകുമോ? അപ്പോൾ ആ വാദത്തിന് ഒരു പ്രശ്നം വരും. 2ാമത്തെ വാദം, ഈ ദൂതന്മാരിൽ ഒരുവറ്റം മനുഷ്യ ശരീരം എടുത്തിട്ട് സാധാരണ സ്ത്രീകളോട് ബന്ധപ്പെട്ട് തലമുറ ഉണ്ടായെന്നും അത് ഭീകരരൂപികളായി ഭൂമിയിൽ കണ്ടെന്നും ഉള്ള 2ാമത്തെ വാദമാണ് വേറെ. ഇതിനും ഒരു ലൂപ്പ് ഹോളുണ്ട്. ദൂതന്മാർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് വാങ്ങുന്നുമില്ല. പുനരുദ്ധാന ശരീരികൾക്ക് വിവാഹിതരാകാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? ഈ 2 ചോദ്യത്തിനിടയ്ക്ക് ഒരു കൺക്ലൂഷൻ പറഞ്ഞ് ഞാൻ നിർത്താം. അതിനും പറയാണ്, സോദോമും ഗൊമേറയും ചുറ്റുമുള്ള പട്ടണങ്ങളും ചെയ്തു വന്നതുപോലെ അന്യജഡം മോഹിച്ച ദൂതന്മാരെ പറ്റി പറയാം. അവർ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി, അന്യജഡം മോഹിച്ചു.
ഈ വാസസ്ഥലം എന്നതിന് ഗ്രീക്കിൽ കിടക്കുന്ന പദ ഒയ്ക്കറ്റീരിയോൺ. ഒയ്ക്കറ്റീരിയോണിൻ്റെ അർത്ഥം കൂടാരം. ഇത് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം വിട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത ഒന്ന് സ്വർഗത്തിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഒയ്ക്കറ്റീരിയോണിനെ വിട്ടിട്ട് ഒരുപറ്റം ദൂതന്മാർ മനുഷ്യ ശരീരം എടുക്കാൻ ഇഷ്ടപ്പെട്ടുവെന്നും ആ മനുഷ്യ ശരീരം എടുത്ത ദൂതന്മാർ മനുഷ്യരെ പോലെ പ്രവർത്തിച്ചെന്നും ഉള്ള രണ്ടാമത്തെ വാദത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ തെളിവുകളാണ് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഭീമാകാര മനുഷ്യരൂപികളായി കാണുന്ന ക്രോമാറ്റൻ മനുഷ്യൻ്റെയും നിയാണ്ടർത്താൽ മനുഷ്യൻ്റെയും ഒക്കെ ജൈവപരമായ ഫോസിലുകൾ കിട്ടുന്നു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു, പുരാതന കാലത്തെ കീർത്തിപ്പെട്ട മനുഷ്യൻ. അപ്പം ചോദ്യം ഇതാണ്, ദൂതൻ അങ്ങനെ സാധിക്കുമെങ്കിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ഉത്തരം ഇതാണ്, ദൂതൻ ദൂതനായി വന്ന് ഇത്തരം അഡൾട്ടറി കമ്മിറ്റ് ചെയ്തു എന്നല്ല. ദൂതൻ മനുഷ്യ ശരീരമെടുത്ത് ഈ പ്രവൃത്തി ചെയ്തു. അപ്പം അങ്ങനെയുള്ള ദൂതന്മാരെ എന്നേക്കുമുള്ള ന്യായവിധിക്ക് വേണ്ടി അന്ധതമസിൻ കീഴിൽ ചങ്ങലയിലിട്ട് സൂക്ഷിച്ചിരിക്കുന്നെന്നും അവരെ ഒരു ദിവസം ന്യായവിധിക്ക് പുറത്തു കൊണ്ടുവരും. അവർ വേറൊരു ഗ്രൂപ്പാണ്. തീർച്ചയായും രണ്ടാമത് പറഞ്ഞ ആ വാദത്തിനാണ് സാധൂകരണം കൂടുതൽ. ആദ്യം പറഞ്ഞ വാദത്തേക്കാൾ സാധൂകരണം കൂടുതൽ. ഇതാണ് അതിന് പറയാൻ പറ്റിയ ഒരു ഉത്തരം. ലാസ്റ്റ് ഒരു കാര്യം കൂടി വായിച്ചു നിർത്താം. മരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവ് എവിടെയാണ്? മൃഗം ചാകുമ്പോൾ അതിൻ്റെ ആത്മാവ് എവിടെയാണ്? ഇതാണ് ചോദ്യം. ഈ മൃഗത്തിൻ്റെ ആത്മാവ് എന്ന പ്രയോഗം ഒരു പരിഭാഷാ പ്രശ്നമാണ്. ഇംഗ്ലീഷിലെ സോളാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സ്പിരിറ്റ് അല്ല. സോളിൻ്റെ ശരി വ്യാഖ്യാനം ആത്മാവെന്നല്ല, ദേഹി എന്നാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹി എന്ന് പറഞ്ഞാൽ ചിന്ത, വിവേകം, ബുദ്ധി, വികാര വിചാരങ്ങൾ, ഇതിൻ്റെ ഇരിപ്പിടത്തെയാണ് ദേഹി എന്ന് പറയുക. മൃഗത്തിനും ദേഹിയുണ്ട്, മനുഷ്യനും ദേഹിയുണ്ട്. മൃഗത്തിന് ചിന്ത, ബുദ്ധി, വിവേകം, തിരിച്ചറിവ് ഇതൊക്കെ ഇല്ലേ? ഇല്ലേ? നമ്മളെ വളർത്തുന്നതായി നമ്മെ കണ്ട ഓടി വരുന്നത് ഇതുകൊണ്ടല്ലേ? പക്ഷേ ലിമിറ്റഡാ. നമ്മുടെ കൂട്ടില്ലെന്നേ ഉള്ളൂ, ലിമിറ്റഡാ. പക്ഷെ മൃഗത്തിനില്ലാത്തൊരു കാര്യം ആത്മാവ്. സഭാപ്രസംഗം പറയാം, മൃഗത്തിൻ്റെ ആത്മാവ് മെയ്തേ പോകുന്നോ താഴെ പോകുന്നോ ആർക്കറിയാം? അത് അവിടെ പറയുന്നത് ശരിക്കും സ്പിരിറ്റല്ല, ദേഹിയാണ്. അപ്പോൾ ദേഹത്തെപ്പറ്റി നമുക്ക് ചർച്ചയില്ല. കാരണം ദേഹം എന്താ നമുക്കറിയാം, നമ്മുടെ ബോഡി. മനുഷ്യന് ദേഹവും ദേഹി ആത്മാവും ഉണ്ട്. മരണത്താൽ ഒരു ജംഗ്ഷനിൽ വന്ന് ഇത് മൂന്നും വേർപിരിഞ്ഞ് ശരീരം മണ്ണിലേക്കും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കലേക്കും പോകും. ഈ ദേഹി എന്ന് പറയുന്നത് ശരീരത്തോടും ആത്മാവിനോടും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം അസ്തിത്വമുള്ളതാണ്. ദേഹി, ബുദ്ധി, ചിന്ത, വികാര വിചാരങ്ങൾ ഇവയ്ക്ക് ശരീരവും ആത്മാവും സമ്മേളിക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പൗലോസ് പറയാ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബുദ്ധി അഫലമാകുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് മരിക്കുന്ന മനുഷ്യൻ്റെ ദേഹി, ദേഹവും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അത് എവിടെയെന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം കൃത്യം പറയാം. ഈ ആത്മാവെന്ന് പറയുന്നത് മാറ്ററല്ല, മാറ്ററിനാണ് ഒരു സ്പേസ് വേണ്ടത്. ഉദാഹരണം, ഈ മൊബൈൽ എവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ ഇതൊരു മാറ്ററാണ്, ഇത് വെക്കാൻ ഇട വേണം. എൻ്റെ ശരീരം എവിടെയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, ഇത് മാറ്ററാണ്. ആത്മാവ് സ്പേസിന് വിധേയമല്ല, അത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിലിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു നേച്ചർ ഉണ്ടെന്നുള്ളൊരു പ്രകൃതത്തിൽ നിന്നാണ് ആ സ്ഥലം നമ്മൾ ചോദിക്കുന്നത്. ക്രിസ്തു എവിടെയോ അവിടെ, ക്രിസ്തു എങ്ങനെയോ ആ ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞിരിക്കുന്നു. അന്ത്യകാഹളനാദം കേൾക്കുമ്പോൾ കണ്ണിവെക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷരാക്ഷീർക്കും. അന്ന് ഈ ദേഹവും, ഈ ദേഹമല്ല രൂപാന്തര ശരീരവും ദേഹിയും ആത്മാവ് സമ്മേളിക്കും. ഇതാണ് നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഒരു പുതിയ ശരീരമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. മൃഗത്തിന് ആത്മാവില്ല, മൃഗം മരണത്താൽ അതിൻ്റെ ജീവിതം അവസാനിക്കുന്നു. മനുഷ്യൻ അങ്ങനെയല്ല, അവന് നിത്യതയുണ്ട്. മനസ്സിലായി കാണും. ഏതായാലും ഇത്രത്തോളം ചോദ്യങ്ങൾക്ക് നന്ദി. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഉപസംഹരിക്കുന്നു. കർത്താവ്